അന്നേ ജയിക്ക് പറയുന്നു എനിക്കിത് ചെണ്ടയൊക്കെ യൂസ് ചെയ്യണമെന്ന് തോന്നുന്നത്. അപ്പൊ ഈ ആന എന്ന് പറയുന്ന ഐഡിയയിൽ നമ്മൾ സ്റ്റക്കാണല്ലോ. അപ്പൊ ജയിക്സ് എന്ന് പറഞ്ഞാൽ എഴുന്നള്ളിച്ചു കൊണ്ടങ്ങ് നിർത്താൻ പോവാണ് ഞാൻ നോക്കുമ്പം പടത്തിന് 3 ദിവസം മുമ്പ് സിനിമയുടെ കഥ മൊത്തം ലീക്ക് ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പുകൾ വന്നുണ്ട്. വേറൊരു ഇൻട്രസ്റ്റ് ഉള്ള ഇൻസിഡന്റ് പറയാം. അതാണ് ഞാനൊരു എക്സ്ക്ലൂസീവ് ആണ്. ഇത് എങ്ങനെയാണിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? ഇവര് ഫാൻ ഫൈറ്റിന്റെ പേരിൽ നമ്മൾ കഥകൾ സിനിമയുടെ കഥയെന്ന് പറഞ്ഞൊരു കഥ ഇറങ്ങുന്നു. അപ്പൊ അത് വിശ്വസിക്കാണ്ടിരിക്കുമ്പോൾ ഞാൻ 10 കഥയാണ് അപ്പുറത്തുണ്ടാക്കുന്നത്. സംവിധായകൻ പറയുന്നുണ്ട് ഇത് അദ്ദേഹത്തിന്റെ കഥയായിരുന്നു, അദ്ദേഹം ചെയ്യാൻ നിൽക്കുന്ന അത് കേട്ടോ. ചില പോസ്റ്റുകളൊക്കെ കണ്ടു. എന്താണ് അദ്ദേഹം നിയമ നടപടിക്കൊക്കെ ഇറങ്ങിയിരിക്കുകയാണെന്നറിയില്ല. അയ്യോ സാറിനെ പോലുള്ള ഒരു താരരാജാവ് സത്യം പറഞ്ഞ സാറ് വന്ന് അടുത്തിരുന്നപ്പോഴത്തേക്ക് എന്റെ പിരി വെട്ടിപ്പോയി. ദൈവങ്ങളെ കാത്തോണേ, എന്റെ പിന്നെ ദൈവങ്ങളെ കാത്തോണേ. ഈ സിനിമ വലിയ ഹിറ്റായേക്കണേ. എന്റെ ആദ്യത്തെ സിനിമയാണ് ഈ സിനിമ. ഹിറ്റായി ഇത് ലോകം അറിയുന്ന ഒരു സിനിമ ആയിട്ട് മാറിയേക്കണേ. എന്റെ ദൈവമേ, ഒരു സീൻ ചെയ്യുന്നതിന് മുന്നേ ഒരു ആർട്ടിസ്റ്റ് എന്റെ സീൻ നന്നാവണം എന്നുള്ളതല്ല പറയണേ. ഈ സിനിമ ലോകം അറിയുന്ന ഒരു സിനിമ ആയിരിക്കണേ, ഈ സിനിമ വലിയ ഹിറ്റായേക്കണേ എന്നും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. എനിക്ക് കേൾക്കാം. നല്ലൊരു ഹ്യൂമൻ ബീങ്. ശരിക്കും അത്ര നല്ല മനുഷ്യനാണോ? എത്ര നല്ല മനുഷ്യനാണ്. കള്ളമില്ല, കളങ്കമില്ല, നല്ലൊരു മനുഷ്യൻ. അതുപോലത്തെ ആർട്ടിസ്റ്റ് അങ്ങനെ എല്ലാരും വിശ്വസിച്ച് വരുന്ന ആളുമല്ല. അപ്പൊ അങ്ങനെ ലാലേട്ടൻ തരുണിനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലാലേട്ടൻ തരുണൊപ്പം ചെയ്യാന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ഡു ദാറ്റ് പ്രോജക്ട്. നമ്മളുടെ ഉള്ളിൽ കയറിയ അഴുക്കുകളുടെ കൂമ്പാരം എത്രയാണെന്ന് നമ്മൾ ഇടക്കിടക്ക് ഒന്ന് അളക്കണം. എന്നിട്ട് അത് മാറ്റി വെക്കുന്ന സമയത്ത് മാറ്റി വെക്കണം, അഴുക്ക് കയറ്റണം സമയത്ത് അഴുക്ക് കയറ്റണം എന്നൊക്കെ പറയുന്ന പരിപാടികളൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം അതൊരു എന്താ പറയുക, പ്യൂപ്പ ഭയങ്കര എനിക്ക് ഒരുപാട് എനിക്കിങ്ങനെ സംസാരിക്കാൻ എന്നെ പഠിപ്പിച്ചത് പ്യൂപ്പയാണ്. പഠനത്തിലും പരീക്ഷയിലും മുന്നിലെത്താൻ ഇനി നിങ്ങളോടൊപ്പം ഹാനാസ് സ്റ്റുഡൻസ് ഇന്ത്യ. പ്രീ പ്രൈമറി മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് വിദഗ്ധ അധ്യാപകരുടെ പരിശീലനം ഹാനാസ് സ്റ്റുഡൻസ് ഇന്ത്യയിലൂടെ. കുട്ടികളുടെ പഠനത്തിൽ വിട്ടുവീഴ്ച വേണ്ട, ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും മികച്ച വിജയം. ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യൂ ഹാനാസ് സ്റ്റുഡൻസ് ഇന്ത്യ. അങ്ങനെ നമ്മൾ തരുൺ മൂർത്തി എന്നൊരു ഡയറക്ടറിനെ ഞങ്ങൾ കുറച്ച് ഇമോഷണൽ ആക്കി തരുണിനെ കരയിച്ചു. ഇന്റർവ്യൂല് വന്ന് കണ്ണുകൾ നിറഞ്ഞു തരുൺ. അതൊരു അറിഞ്ഞ കണ്ണുകൾ നിറയ്ക്കാൻ അല്ല, അതൊരു എന്താ പറയാ ഇമോഷൻ തരുൺ സന്തോഷം കൊണ്ട്. അതെ, തരുൺ എന്നുള്ള ആ ഒരു ആള് വന്ന വഴി അത് ഞങ്ങൾക്ക് ജനങ്ങളെ അറിയിക്കണമെന്നുണ്ടായിരുന്നു. ശരിക്കും ഗുരുത്വം എന്ന് പറയണത് ശരിക്കും തരുണുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തരുണ് എത്രയേറെ സ്ട്രഗിൾസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും തരുൺ ഇത്രയും നല്ല രീതിയിലേക്ക് ഇങ്ങനെയൊക്കെ എത്താൻ പറ്റുന്ന ആ ഒരു ഈശ്വരാനുഗ്രഹം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ വിഷമവും ഇതൊക്കെ പറഞ്ഞിരിക്കാം. നമുക്ക് ഇതിൽ നിന്നൊന്ന് മൂഡ് മാറിയല്ലേ ഞങ്ങൾക്ക് ഇനി ബാക്കി ഇന്റർവ്യൂ കാര്യങ്ങളിലേക്ക് എത്തുള്ളൂ. ഭക്ഷണപ്രിയനാണോ? ഭക്ഷണം ഓക്കെയാണ്, ഇഷ്ടമാണ്. തരുൺ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താ? എനിക്ക് വൈഫും അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എന്തിനേയും ഇഷ്ടമാണ്. എന്തും കഴിക്കും, അങ്ങനെ ഒരു ഫസ് ഒന്നും ഇല്ല. നല്ല അപ്പം, പുട്ട്, കഞ്ഞി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ വൈഫ് അവള് പാചകമൊക്കെ ചെയ്ത് പഠിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷെ അവള് ചെയ്യുന്ന എല്ലാ എക്സ്പെരിമെന്റുകളും എനിക്ക് ഇഷ്ടമാണ്. എല്ലാത്തിനും ഞാൻ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ അമ്മ നമ്മള് സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ വൈകുന്നേരം വന്ന് നിൽക്കുന്ന സമയത്ത് നല്ല വെള്ളയപ്പം, മുരിഞ്ഞ വെള്ളയപ്പം ഉണ്ടായിരുന്നല്ലോ, ആ വെള്ളയപ്പം ഭയങ്കര ഇഷ്ടമാണ്. ഓഹോ, നല്ല മുരിഞ്ഞ വെള്ളയപ്പവുമായിട്ട് തരുണിനെ ഒരുപാട് ഇഷ്ടമുള്ള മറ്റൊരാള് ഇവിടെ എത്തിയിട്ടുണ്ട്. വെള്ളപ്പത്തിലൂടെ കഴിക്കാൻ എന്താ വേണ്ടേ? നല്ല മുട്ടക്കറി ഇഷ്ടമാണ്, കടലക്കറി ഇഷ്ടമാണ്. അതെ അതെ. ഓക്കെ, ചിക്കൻ കറി ഒന്നും ചോദിച്ചിട്ടില്ല. എന്താണ് ഇഷ്ടപ്പെട്ട ആള് കൊണ്ടുവരുന്നത് നോക്കാം. അയ്യോ അമ്പളിക്ക് ചുമ്മാ ഇരുന്നങ്ങ ചിക്കൻ കറി. തരുണ് നല്ല മുരിഞ്ഞ വെള്ളയപ്പം വേണമെന്ന് പറഞ്ഞു. അത്ര മുരിഞ്ഞില്ല, പക്ഷെ നമുക്ക് കിട്ടിയത് വെള്ളയപ്പാണ്. മുട്ടക്കറി ചോദിച്ചപ്പോൾ മുട്ട തരുന്ന നമ്മള് തന്നിരിക്കാണ്. തരുൺ ഇഷ്ടപ്പെട്ടോ? സ്നേഹത്തോടല്ലേ. ഇതാരാ തരുൺ? ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരൂ. അമ്പിളി ചേച്ചി. അമ്പിളി ചേച്ചിയായിട്ട് തരുണുള്ള ബന്ധം? അമ്പിളി ചേച്ചി എനിക്ക് സൗദി വെള്ളക്കാൻ ഉള്ള പരിചയമാണ്. അതിന് മുമ്പൊന്നും പരിചയങ്ങളില്ല. സൗദി വെള്ളക്കയിൽ അഭിനയിക്കാനായിട്ട് നമ്മളിങ്ങനെ ഈ നാടകകലാകാരന്മാരെ കൊച്ചി കേന്ദ്രീകരിച്ച് നാടകകലാകാരനെ തപ്പി നടക്കുന്ന കൂട്ടത്തിൽ കിട്ടിയൊരു നിധിയാണ്. ചേച്ചി ഒന്ന് മീഡിയ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ ഒരു സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് ചേച്ചിയുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, അത്രക്ക് മാറ്റമാണ് വന്നത്. എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചാണ്. എന്റെ ദൈവമാണ് അങ്ങനെയൊന്നും പറയലേ.
നാടക പ്രവർത്തനമൊക്കെ ആയിട്ടാണ്. എന്നാൽ അത്യാവശ്യം 1-2 സിനിമയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് എന്നെ ഒരു മൂടപ്പെട്ട് കിടന്ന സ്ഥലത്തുനിന്ന് എന്നെ ഒരു ഫ്രെയിമിലേക്ക് എടുത്ത് കാണിച്ച ഒരു ദൈവമാണ്. എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഇങ്ങനെ ദൈവം പക്ഷെ നമുക്ക് ഓരോ വിശ്വാസങ്ങളില്ലേ മേഡം, നമ്മുടെ ജീവിതത്തിൽ ഓരോ ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയാം. തീർച്ചയായിട്ടും ആ ഒരു ടേണിംഗ് നിമിത്തമാണ്. അതാണ് പോയിന്റ്, കാര്യം. അതെ നിമിത്തം സൗദി വെള്ളക്കയിൽ വന്ന് ഞാൻ അവിടെ വന്ന് അതിലൂടെ സാറിന്റെ സിനിമയിലൂടെ വന്ന് എനിക്കൊരു വേഷം തന്ന് സാർ അത് ഏറ്റവും തുടക്കത്തിൽ തന്നെ എന്നെ ആ ഫ്രെയിമിൽ കാണിച്ച് സൗദി വെള്ളക്കയിലൂടെയാണ് ഞാൻ അറിയപ്പെട്ടത്. ഞാൻ ഇപ്പോഴും എന്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യും, കോടതിയിൽ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോ അവിടെ എന്നെ വെള്ളക്കെന്ന് ഇപ്പോഴും ആൾക്കാര് വിളിക്കുന്നേ. ഇപ്പോഴും ഈ തുടരും എന്ന് പറയുന്ന ലാൽ സാറിന്റെ നമ്മുടെ തരുൺമൂർത്തി സാറിന്റെ അതിലും ഏറ്റവും വലിയ ഭാഗ്യമാണ് ലാൽ സാറിനെ പോലെയുള്ള ഒരു താരരാജാവ്. സത്യം പറഞ്ഞ സാറ് വന്ന് അടുത്തിരുന്നപ്പോഴത്തേക്ക് എന്റെ പിരി വെട്ടിപ്പോയി. അതിനു മുമ്പ് സാറ് വന്ന് എന്നോട് പറയും, ചേച്ചിക്ക് അറിയോ ആരാണ് അടുത്ത് വന്നിരിക്കണേ? എന്നെ കൊണ്ട് ആദ്യം കാറിലിരുത്തി എന്നിട്ട് പറഞ്ഞേ ചേച്ചി ഇവിടെ ഇരുന്നോട്ടാ. അപ്പൊ പറഞ്ഞ സാറേ സാറ് കടലിൽ ചാടാൻ പറഞ്ഞാലും നമ്മൾ ചാടും, അത്രക്ക് ബഹുമാനമാണ് നമുക്ക് സാറിനോട്. അപ്പൊ ഇരുന്ന് കഴിഞ്ഞ് കുറേയൊക്കെ പിന്നെ ആരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അമ്മു ലാൽ സാറിന്റെ ആ രൂപം കണ്ടപ്പോ തന്നെ ഇവിടെ നിന്ന് ഒരു ഇത് വന്നിട്ട് കാലിന്നൊക്കെ വിറവല് വന്നിട്ട് സാറ് പറഞ്ഞു തന്ന ആ ഡയലോഗും 2 കൊച്ചു ഡയലോഗ് അത് കിട്ടണമില്ല. പിന്നെ കണ്ണുകൾ വിറക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇരുന്നിട്ട് ലാൽ സാറ് വന്ന് അടുത്തിരുന്നപ്പോഴത്തേക്ക് ആ ഇരിപ്പ് അവിടെ ഇരുന്നിട്ട് സാറ് വന്നിട്ട് എന്നോട് ചോദിച്ചു, ചേച്ചി എന്താ മിണ്ടാത്ത, ചേച്ചി നനങ്ങാതിരിക്കണേ. സാറേ ഒന്നും മന്നില്ല, കാരണം താരരാജാവ് എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ ഹൃദയം കൊണ്ട് ആ ഷൂട്ട് എന്ന് വെച്ചാലേ നമ്മൾ റിഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവിടെ നിൽക്കുക. അപ്പം വേറെ നമുക്ക് മോണിറ്റർ ആയിട്ടൊന്നും അടുത്ത് കയറി നിൽക്കാൻ പറ്റില്ല, നമ്മൾ കാരണം നിൽക്കില്ല, പെർഫോം ചെയ്തോളും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഒരു വൺസ് പെർഫോം ചെയ്ത് സാർ അവിടെ നിന്ന് കാർ ഓടിച്ച് വന്ന് ഇവിടം വരെ എത്തുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നതായിരിക്കും പെർഫോമൻസ്. അല്ലാണ്ട് നമുക്ക് അളക്കാനോ മോണിറ്ററോ ഒന്നും ഇല്ലല്ലോ. ചെയ്ത് വരുമ്പോൾ റിഗിൽ വെച്ച് നമ്മൾ എന്ത് കിട്ടിയോ അതാണ് പെർഫോമൻസ്. നമ്മൾ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ എന്ത് തള്ളാ സാറേ എന്നൊക്കെ ചോദിക്കണം, വണ്ടിക്കകത്ത് AC ഇല്ലെന്ന് ചോദിക്കണം, ഇപ്പൊ ഭയങ്കര ചൂടാണല്ലോ എന്ന് ചോദിക്കണം. അങ്ങനെ ഒരു ജാഥയ്ക്ക് പോകുന്ന 3-4 പെണ്ണുങ്ങളുമായിട്ട് ലാൽ സാർ പോകുന്നു എന്നുള്ളതായിരുന്നു ഐഡിയ. സാർ അവിടെ ഡ്രൈവ് ചെയ്ത് വന്ന് തിരിച്ചു വന്ന മോട്ടർ കണ്ടപ്പോഴത്തേക്ക് ഈ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അത് ചോദിക്കാൻ എങ്ങനെയാ പിന്നെ ചേച്ചി പറ്റിയതാ ഡയലോഗ്സ് ഒക്കെ? സാറ് ഇങ്ങോട്ട് അത്രയും വലിയൊരു പ്രഗത്ഭനായ എന്തെന്നാ പറയണ നമ്മുടെ അടക്കി വാണെന്ന് പറയുന്ന ആള് നമ്മുടെ അടുത്തിരുന്നപ്പോ കാര്യം പറഞ്ഞ സാറിന്റെ തോള് ചരിഞ്ഞിരിക്കാം. പക്ഷെ ഞാൻ ആകെ ചരിഞ്ഞു. എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പറയണം. ആ വാക്കുകൾ പെട്ടെന്ന് തന്നെ സാർ ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. വളരെ സ്നേഹത്തോടു കൂടിയൊക്കെ ചോദിച്ചു വർത്താനൊക്കെ പറഞ്ഞ് പ്രസത്തേക്ക് പേടിക്കുകയൊന്നും വേണ്ട, ഞാനും ചേച്ചീനെ പോലത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മേഡം നീ ചത്താലും വേണ്ടില്ല എന്ന് പറഞ്ഞു. സാറ് ചോദിക്കേ ഞാൻ ചാണോ? അയ്യോ അല്ല സാറേ, എന്റെ ജീവിത അഭിലാഷം ഇത്രയും വലിയൊരാളടുത്ത് കണ്ടപ്പോഴത്തേക്കും അത് ഏറ്റവും വലിയൊരു മഹാഭാഗ്യമാണ്. സിനിമ തിയേറ്ററിൽ കണ്ടോ ചേച്ചി? പിന്നെ എന്റെ ചങ്ക് തകർന്നു പോയി. ലാൽ സാർ ആ ബാത്റൂമിൽ ഇരുന്ന് കരയാനിട്ട് ഇന്നും എന്റെ കണ്ണ് അടയ്ക്കാൻ പറ്റില്ല. അത്രയും എനിക്ക് ഭയങ്കര വിഷമം, അത്രയും ഇതാണ്. പിന്നെ ഇതെന്താ വെച്ചാല് എന്റെ അച്ഛൻ നാടകം ഭയങ്കര ജീവൻ തുല്യമായിട്ട് സ്നേഹിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ ഈ നാടക ക്യാമ്പുകളും നാടക ആർട്ടിസ്റ്റുകളുടെ സ്ട്രഗിൾസും അവരുടെ സ്റ്റേജിൽ കയറുമ്പം കിട്ടുന്ന കയ്യടിക്ക് കിട്ടുന്ന കൊതിയും ഒക്കെ കണ്ടാണ് എൻ്റെ ചൈൽഡ്ഹുഡ്. ഞാൻ അതാ പറഞ്ഞത്, ചൈൽഡ്ഹുഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒരു ക്യാരക്ടർ മോൾഡിങ്ങിനകത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നാടകകലയോട് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. അവരിൽ നിന്ന് പരിപാടികൾ കിട്ടും, അവർക്ക് നമ്മൾ വേണ്ട സ്ഥാനങ്ങൾ കൊടുക്കണം. അപ്പൊ അതിന്റെ ഒരു സ്നേഹവും കരുതലുമാണ് ഇവരോടെ കാണിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത്. അപ്പം ചേച്ചീനെ ഈ പറയുന്ന പോലെ സൗദി വെള്ളക്കാരുടെ സമയത്ത് ഓഡീഷൻ ചെയ്യണ ഞാനല്ല, എൻ്റെ കൂടെയുള്ള ഡയറക്ഷൻ ടീം ഉള്ള ആളുകളാണ് ചെയ്യണം. അപ്പം എനിക്ക് ഇവർ ഓഡീഷൻ നടത്തിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, നമ്മുടെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സീനുകളെ ചെയ്യിക്കുള്ളൂ, അല്ലാണ്ട് വെറുതെ വന്നിട്ട് അവരോട് എന്തെങ്കിലും പെർഫോമൻസ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ നാടകത്തിൽ ചെയ്തൊരു വേഷം ചെയ്യുന്നൊന്നും പറയരുത്. നമ്മുടെ സിനിമയുള്ളൊരു ഒരു ഏരിയ ചേച്ചീനെ കൊണ്ട് പെർഫോം ചെയ്തിട്ട് എനിക്ക് അയച്ചു തരുമെന്ന്. അപ്പം ഞാൻ ലൊക്കേഷൻസ് കാണാൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ആ സമയത്ത് ഇവരിങ്ങനെ അയച്ചു തന്ന കൂട്ടത്തിൽ എനിക്ക് ചേച്ചിയുടെ വീഡിയോ വന്നു. ഈ ചേച്ചി ഏതാന്ന് ചോദിച്ചു. ഇപ്പം കമ്പിളി ചേച്ചി ഇവിടെ നാടകകലാകാരിയാണ്, ശ്യാംലാൽ എന്ന് പറഞ്ഞാൽ അതോ IT ജോസഫ് അങ്ങനെ ഏതോ വഴിയിൽ അങ്ങനെ വന്നതാണ് ചേച്ചിയുടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ ചേച്ചീനെ എനിക്ക് വേണം, നിങ്ങൾ എവിടെയാണെന്നുണ്ടെങ്കിലും ബാക്കി ഒരുപാട് വീഡിയോസ് അയച്ചു തന്ന കൂടെ ഞാൻ എനിക്ക് ഈ ചേച്ചി എവിടെയാണെങ്കിലും ഭയങ്കര ലൈഫുള്ളൊരു ചേച്ചിയാണ്, നമ്മൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ സൗദി വെള്ളക്കയിൽ ഞാൻ ഓർക്കുന്നുണ്ട്. സൗദി വെള്ളക്കയിലെ ആ
അയലോക്കത്തെ വീട്ടില് തുണി പിടിച്ചോണ്ടിരിക്കും, അപ്പുറത്തെ വീട്ടില് രമ്യ സുരേഷ് ചെയ്ത ക്യാരക്ടറാണ് കുശുമ്പ് പറയുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ എനിക്ക് ഒരു കുശുമ്പ് പറയാൻ ഇതിനേക്കാൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൻപുറങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ കറക്റ്റ് ഫേസ് ആണ് ഇങ്ങനെ പറയാനായിട്ട്, ഒരു കുശുമ്പും കുന്നായ്മയും എന്നാൽ അതിന്റെ ഒരു കരുതലും സ്നേഹവും ഒക്കെ കാണിക്കാൻ ഈ ചേച്ചി ഓക്കെ ആയിരിക്കുന്നു. എനിക്ക് അതിനുമുമ്പ് ഒരു പരിചയമില്ല. അപ്പൊ ഉണ്ടല്ലോ ഞാനിങ്ങനെ വന്ന്, അപ്പൊ ഞാൻ സെറ്റിൽ മുണ്ടൊക്കെ കൊടുത്ത് മിക്കപ്പോഴും വല്ല കള്ളിമുണ്ടോ കറുത്ത മുണ്ടോ ഒക്കെ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും നടക്കുന്നത്. അപ്പൊ ഈ ചേച്ചി ഇതേതാ ഈ തരുൺമൂർത്തി എന്നൊക്കെ ചോദിക്കുന്നത്, ഇതിന്റെ ഡയറക്ടറെ ഒന്ന് കാണിച്ചിരുന്നു. അപ്പൊ ഞാൻ എനിക്കിത് കേൾക്കാം. അപ്പൊ ഇവർക്ക് മൈക്ക് ഇതുപോലെ മൈക്ക് വെച്ച് കൊടുക്കണോണ്ട് ഇവര് പറയുന്നതൊക്കെ എനിക്ക് കേൾക്കാം. അതിന്റെ അപകടം മോളെ. അപ്പൊ ഇത് ആരാ ഡയറക്ടർ, ആരാ ഇത്, ആരെയും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ചേച്ചിട്ട്. അപ്പൊ ഞാൻ പതിയെ മുണ്ടൊക്കെ അഴിച്ചിട്ട് ഞാൻ ചേച്ചി ഞാനാണ് ഡയറക്ടർ, എന്റെ പേരാണ് തരുൺമൂർത്തി. അയ്യോ സാറേ പിന്നെ ടെൻഷനായി. അപ്പൊ പിന്നെ ചേച്ചി ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഇതാണ് സീൻ, ഇങ്ങനെയാണ് അവിടെ നിന്ന് ചോദിച്ചാൽ മതി. ചേച്ചി നമ്മൾ നാട്ടിൻപുറങ്ങളെ കാണുന്ന പോലെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോടൊന്നും ചോദിച്ചാൽ മതി. ഓക്കെ സാറേ. പിന്നെ ഇതുപോലെ തന്നെ സാറേ എന്റെ ജീവനാണ് സാറേ ഇങ്ങനെ പറഞ്ഞോണ്ട് സാറേ ഞാൻ ചേച്ചി ടെൻഷനൊന്നും ആവണ്ട, റിലാക്സ് ആയിട്ട് ചെയ്യുന്നു പറഞ്ഞ് നമ്മളിങ്ങനെ ചെയ്യിക്കാൻ വേണ്ടി മോളിൽ കയറ്റി നിർത്തി. അപ്പൊ മോളിൽ കയറ്റി നിർത്തി നമ്മൾ ഹെഡ്സെറ്റ് വെച്ചു. എന്റെ പൊന്നു ദൈവങ്ങളെ കാത്തോണേ, ഈ സിനിമ വലിയ ഹിറ്റായേക്കണേ, എന്റെ ആദ്യത്തെ സിനിമയാണ്, ഈ സിനിമ ഹിറ്റായി ഇത് ലോകം അറിയുന്ന ഒരു സിനിമയായിട്ട് മാറിയേക്കണേ എന്റെ ദൈവമേ. ഇത് അപ്പൊ ഒരു സീൻ ചെയ്യണതിന് മുന്നേ ഒരു ആർട്ടിസ്റ്റ് എന്റെ സീൻ നന്നാവണം എന്നുള്ളതല്ല പറഞ്ഞത്, ഈ സിനിമ ലോകം അറിയുന്ന ഒരു സിനിമ ആയിരിക്കണേ, ഈ സിനിമ വലിയ ഹിറ്റായേക്കണേ എന്നും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ എനിക്ക് കേൾക്കാം. അപ്പൊ നമുക്കൊരു സന്തോഷമാണല്ലോ, ഇത് ഭയങ്കര ജെന്യുവിനായിട്ട് ഒരാള് പ്രാർത്ഥിക്കുകയാണ്, അപ്പൊ അത് ദൈവം കേൾക്കും എന്ന് പറയുന്ന. പിന്നെ അത് പെർഫോം ചെയ്ത് ഫസ്റ്റ് ടേക്കിൽ തന്നെ അത് ഓക്കെ ആയി. പിന്നെ അതൊരു യാത്രയാണ്. ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായി എല്ലാം കൊണ്ടും. ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഡയറക്ടർ ഉണ്ട്, ഇപ്പം പൈങ്കിളി ഡയറക്ടർ. അപ്പൊ ഞങ്ങളുടെ തുടരുമില്ലൊരു വേഷം ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പം തിരക്കുകളും മഴയൊക്കെ കാരണം ആ വേഷം അങ്ങനെ മാറിപ്പോയി. അപ്പൊ ശ്രീജിത്ത് ആ സെറ്റിൽ വന്നപ്പോഴത്തേക്കും ഈ സീൻ എടുത്തോണ്ടിരിക്കുക, അമ്പിളി ചേച്ചി കാറിൽ വരുന്ന സീൻ എടുത്തോണ്ടിരിക്കുക. അപ്പൊ ആ സീൻ കണ്ടപ്പോഴത്തേക്ക് അമ്പിളി ചേച്ചിനെ വിളിച്ചോണ്ട് പോയി ആ സിനിമയിലത്തെ ഒരു അമ്മ വേഷം കൊടുത്തു. അപ്പൊ അത് ചേച്ചിക്ക് ഇനിയും മലയാള സിനിമയിൽ നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. അപ്പൊ ഇനി നല്ല അമ്മ വേഷങ്ങളിലൊക്കെ ആയിട്ട് സൗദി വെള്ളക്കയിലൂടെ വന്ന ഭാഗ്യങ്ങളാണ് ആൾക്കാർ അറിയാൻ പറ്റി. എവിടെ ചെന്നാലും തരുൺമൂർത്തി സാറിന് ഞാൻ ചെറിയ വേഷങ്ങളൊക്കെ കൊടുത്തുള്ളൂ കേട്ടോ. എന്റെ രണ്ട് സിനിമയിലും ചെറിയ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളാണ്. ഇപ്പം വലിയ വേഷങ്ങളോട്ടൊക്കെ എത്തുന്നു. സാറിന്റെ ഒപ്പം ഞാൻ എന്തിനാ സാറേ എന്നെ കൊണ്ട് ഇരുത്തിയില്ല, ഭാഗ്യം വേണോ ഒരു സീനാണേൽ എന്താണ്. എന്തായാലും ഒരുപാട് സന്തോഷം അമ്പിളി ചേച്ചി വന്നതിൽ, ഒരുപാട് സന്തോഷം. അപ്പം ചിക്കൻ ഇഷ്ടം. ഞാനിത് ഇവിടെ ഇങ്ങനെ കഴിക്കുന്നതിന്റെ ഒരു മാത്രമേ ഉള്ളൂ. ക്യാമറയുടെ മുന്നിൽ കഴിക്കുമ്പോൾ നമ്മൾ അവിടെ ടേസ്റ്റ് ഫസ്റ്റ് കേറ്ററേഴ്സ് ഉണ്ടാക്കി തന്ന അപ്പം ചിക്കൻ കറിയാണത്. ഓക്കെ, സ്നേഹത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു അമ്പിളി ചേച്ചി. നമുക്ക് വീണ്ടും എന്താ പറയാ തരുണിന്റെ ഇനിയുള്ള തുടരും ഈ യാത്ര, ഇതിലൊക്കെ നിങ്ങളും ഇനി തുടരട്ടെ. അടുത്ത അതിന്റെ ഒരു അരികത്ത് ആ കാറിലിരുന്ന് ആ സിനിമ കണ്ടപ്പോഴത്തേക്ക് ഉണ്ടായി 200 കഴിഞ്ഞില്ല സാറേ, പൊളിക്കട്ടെ സാറേ. പിന്നെ നമ്മുടെ ഹൃദയം കൊണ്ട് അത് തരുൺ സാറും ലാൽ സാറും നമ്മുടെ പടം രഞ്ജിത്ത് സാറ് എല്ലാവരോടും സുനിൽ സാറിനോടൊക്കെ നമുക്ക് വളരെ നന്ദിയുണ്ട്. താങ്ക് യു ചേച്ചി. അപ്പൊ എന്തായാലും ഞാൻ ഈ സമയത്ത് വേറൊരാൾക്കും കൂടെ താങ്ക് യു പറയാണ്. നമ്മുടെ ഈ ഒരു ഷോയുടെ ഡയറ്റ് പാർട്ണർ ടേസ്റ്റ് ഫസ്റ്റ് കേറ്ററേഴ്സ് ആണ്. നിങ്ങളുടെ അപ്പം ചിക്കനും കഴിക്കാത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ചേച്ചി. പൊതുവെ നമ്മുടെ സത്യനന്ദിക്കാട് സാറിന്റെ അദ്ദേഹത്തിന്റെ മൂവീസിലൊക്കെ നമ്മൾ പറയുന്നവരാണ്, അദ്ദേഹത്തിന്റെ കുറേ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കതിലും തന്നെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടതായിട്ട് കൂടെ കൂട്ടുന്ന കുറെ ഒരു ടീം ഉണ്ടല്ലോ. അത് ആക്ടേഴ്സിലാണെങ്കിലും ടെക്നീഷ്യൻസിലൊക്കെ ആണെങ്കിലും അവരുമായിട്ട് അദ്ദേഹം വളരെ കംഫർട്ടബിൾ ആണ്. അപ്പോൾ അവർക്ക് പറ്റിയ കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ അവരെ തന്റെ കൂടെ അങ്ങ് കൂട്ടും എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഇപ്പോ തരുൺമൂർത്തി എന്ന് പറഞ്ഞ ഡയറക്ടർ 3 സിനിമയെ ചെയ്തിട്ടുള്ളൂ ഇതുവരേക്ക് എണ്ണത്തിൽ പറയുമ്പോൾ. പക്ഷേ ഇപ്പൊ വന്ന് കണ്ടെടുത്തോളം ആക്ടേഴ്സ് എല്ലാവരും പറയുന്നത് അവരവരുടെ മികച്ച പെർഫോമൻസ് കൊടുത്തപ്പോൾ അവർക്ക് അതിനുള്ള സ്പേസ് അടുത്ത സിനിമയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്കളും അതേ പാതയിലൂടെ അവരെ കൂടെ കൊണ്ടുപോകണു എന്ന് കേൾക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട് തരുൺ. ഓക്കെ, ഇനി തരുണിന്റെ കൂടെ വേറൊരാള് വീഡിയോ കോളിൽ ജോയിൻ ചെയ്യുന്നു. ഹലോ തരുൺ ചേട്ടാ, ആദ്യം തന്നെ കോൺഗ്രാറ്റുലേഷൻസ് ഓൺ ദ സക്സസ് ഓഫ് തുടരും. നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് പ്യൂപ്പ വർക്ക്ഷോപ്പിലാണ്. പക്ഷെ അതിനു മുമ്പ് ബിക്കോസ് ഓഫ് യു ചെറിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് ടു കോൺട്രിബ്യൂട്ട് ഇൻ സൗദി വെലക്ക.
I believe the best thing about you is how well you connect with human relationships and emotions. അത് ഞാൻ പ്യൂപ്പ വർക്ക്ഷോപ്പിലും കണ്ടിട്ടുണ്ട്. ആൻഡ് ഈവൻ ത്രൂ യുവർ മൂവീസ് സെലക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, സ്റ്റോറി ലൈൻ, സിമ്പിൾ ഇമോഷൻസ് ആണ്, പക്ഷേ ഇൻട്രസ്റ്റിംഗ് വേയിലാണ് അത് ഓഡിയൻസിലൂടെ അത് പോർട്രേ ചെയ്യുന്നത്. സോ ഐ ബിലീവ് connecting with human emotions is your best part. Anyways, hey Manusha, all the best. Good luck. അതെന്താണ് ഹേ മനുഷ്യൻ നിങ്ങളുടെ പ്യൂപ്പയിലുള്ള? പ്യൂപ്പയിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് മനുഷ്യ എന്നുള്ളൊരു വാക്ക്. എപ്പോഴും യൂസ് ചെയ്യും. അത് ഭയങ്കര ഇവർക്ക് ഭയങ്കര കാതിൽ കിടക്കുന്നൊരു, അപ്പൊ എപ്പോഴും എന്നെ മെസ്സേജ് അയക്കുന്നു ഹേ മനുഷ്യ എന്ന് ചോദിച്ചാണ് ഇവരൊക്കെ ഇപ്പം അഭിസംബോധന ചെയ്യാറ്. ഇപ്പൊ പ്യൂപ്പയുടേത് അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. പ്യൂപ്പയുടേത് ഇപ്പൊ എത്ര നാളുകളായിട്ട് ഇതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് എലിഫന്റ് ടൈൽസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആഡ് ഫേം ആണ്. ഒരു ആഡ് ഫേമിനേക്കാൾ ഉപരിയായിട്ട് ഒരു ക്രിയേറ്റീവ് ഫേം ആണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ നമ്മൾ ഏൺ ചെയ്യണം, ഓഫ് കോഴ്സ് നമ്മൾ ഏണിംഗ് ആണല്ലോ ഇതിന്റെയൊക്കെ ഉദ്ദേശം. അപ്പൊ ഏൺ ചെയ്യുന്നത് ആർട്ട് കൊണ്ട് ഏൺ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഐഡിയ. നമ്മളുടെ ഏറ്റവും ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ, ഡു വാട്ട് വി ലവ്, അത് ആ ലവ് ചെയ്യുന്ന കാര്യം ചെയ്ത് ഹാപ്പിനെസ് ഏൺ ചെയ്യുക. ഹാപ്പിനെസ്സിനൊപ്പമാണ് നമുക്ക് മണി ഏൺ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഐഡിയ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ഇപ്പം ഒരുപാട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആകുമ്പോൾ ഒരുപാട് ആളുകൾ വിളിക്കും, നമ്മൾ സംസാരിക്കും, ചേട്ടാ ഒരു ഓപ്പർച്യൂണിറ്റി വരുമെന്ന് ചോദിക്കും. എനിക്കത് ഭയങ്കര പേടിയാണ്, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പേടിയാണ്. കാരണം ഞാൻ ഓപ്പറേഷൻ ജാവ ചെയ്യുന്ന സമയത്ത് എനിക്കൊപ്പം ഒരുപാട്, ഞാൻ അന്നൊരു പുതിയ ആളായതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്ന ആളുകളൊക്കെ ഞാൻ ഹയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ കോവിഡിൻ്റെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ഇവരൊക്കെ എല്ലാവരും പാനിക്കായല്ലോ. കോവിഡ് സിറ്റുവേഷൻ വന്നപ്പം വാട്ട് നെക്സ്റ്റ് എന്ന് ഞാൻ ചിന്തിച്ച പോലെ തന്നെ എൻ്റെ കൂടെ, അപ്പം അവരുടെ വീടുകളിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അവർക്ക് ഇനി ഓപ്പർച്യൂണിറ്റീസ് വരുമോ, ഈ സിനിമ ഇറങ്ങുമോ എന്നൊക്കെ. അപ്പം ഇവരൊക്കെ കൊഴിഞ്ഞുപോയി ആ സമയത്ത്. അപ്പം ഞാൻ ഒറ്റയ്ക്കായിപ്പോയി ആ സമയത്ത്. ഞാൻ പരാതിയായിട്ടല്ല പറയണത്, ആ കോവിഡ് എന്ന് പറഞ്ഞ ഒരു പാനിക്ക് എല്ലാവരും ഉണ്ടാക്കിയതിൻ്റെ ഭാഗമാണ്. അപ്പം വളരെ കുറച്ച് ആളുകളാണ് ആ സമയത്ത് ഈ സിനിമ ഇറങ്ങുമെന്നും ഈ സിനിമ നന്നാവുമെന്നൊക്കെ വിശ്വസിച്ചിരുന്ന വളരെ ചുരുക്കം വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ആ സമയത്ത് എൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞാൽ അത് സ്റ്റിൽ അതൊരു പരാതിയല്ല, അത് ആ സിറ്റുവേഷൻ ഉണ്ടാക്കിയൊരു പാനിക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എൻ്റെ ടീമിനെ സെറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഞാൻ ഭയങ്കര ബോധമാണ്. എനിക്കൊരു ഫാമിലി പോലെ വേണം എൻ്റെ കൂടെ. ഞാൻ എന്താ പറയുക, നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്താണ് ആളുകൾ വിളിക്കുന്നത്. ഞാൻ എൻ്റെ കൂടെ ഇപ്പം നിൽക്കുന്ന ഡയറക്ഷൻ ടീമിനെ ഒന്നും അവസരം എന്നോട് ചോദിച്ചല്ല, ഞാൻ അവരോട് അവസരം ചോദിച്ചാൽ എൻ്റെ കൂടെ നിൽക്കാമോ എല്ലാവരും, മിക്കവരും, ഓൾമോസ്റ്റ് മിക്കവരും അങ്ങനെ തന്നെ. അല്ല, എല്ലാവരോടും ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. മോഹിത്ത് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, ഈ മോഹിത്തിനെ പരിചയമില്ല. മോഹിത്ത് ഈ പറയുന്ന പോലെ സിനിമാ ഗ്രൂപ്പുകളിലൊക്കെ എഴുതി എനിക്കൊരു ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നി മോഹിത്തിൽ. ഞാൻ മോഹിത്തിനോട്, ഞാൻ ഓപ്പറേഷൻ ജാവ ചെയ്ത സമയത്ത് ഓപ്പറേഷൻ ജാവയുടെ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാണിക്കാൻ ഒരു പ്രിവ്യൂ കാണിക്കാനാണ് ഞാൻ മോഹിത്തിനെ വിളിക്കണം. അപ്പം മോഹിത്ത് അത് പ്രിവ്യൂ കണ്ടതിന് ശേഷം ചേട്ടാ ഉഗ്രം പടമാണ് ചേട്ടാ, അത് വർക്കൗട്ട് ആവും ചേട്ടാ. ഇതൊക്കെ ആരൊക്കെയാണ് തരുൺ ചേട്ടാ എന്ന് പറഞ്ഞ് ഓടിക്കേറി വന്നിരിക്കുന്ന തരുൺ? ആരൊക്കെയാണ് ഇവരൊക്കെയാണ് എന്റെ ചിത്രശലഭങ്ങൾ. പ്യൂപ്പ എന്ന് പറയുന്ന ഒരു ഐഡിയനെ പറ്റി നമ്മളിപ്പം വന്നവരും പോയവരും ഒക്കെ സംസാരിച്ച പ്യൂപ്പ തരുന്ന കുറെ നല്ല ബന്ധങ്ങളാണ് ഇവരൊക്കെ ഒരേ ബാച്ചിൽ ഒരുമിച്ചുള്ള, ഇപ്പൊ ലാസ്റ്റത്തെ ബാച്ചിലുള്ളവരാണോ? ആണോ? ഓക്കെ. നിങ്ങളൊക്കെ തുടരും കണ്ടോ? ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? ആളെ ഇരുത്തിക്കൊണ്ടല്ല, എല്ലാരും നല്ല എന്നെ അറിയിച്ചു, എല്ലാരും എന്നെ അറിയിച്ചു. ഓക്കെ. മൂന്നോട്ടം കണ്ടോ? ഓ, അതെ, ഭയങ്കര. ഞാനും ഒക്കെ അതെ ഫസ്റ്റ് ഡേ കണ്ട ആളാണ് ഇതൊക്കെ. അതെ, കഴിക്കണം. ശരിക്കും നിങ്ങളിപ്പം ഇത് തുടരും സിനിമ, ഈ പ്യൂപ്പ എന്ന് പറയുന്ന ഇതിലാണല്ലോ നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേരുന്നതും ഇദ്ദേഹവുമായിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് പരിചയമാവുന്നതുമെല്ലാം. അന്ന് അവിടെ നിങ്ങൾ എല്ലാവരും കൂടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തരുൺ മൂർത്തി എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അല്ലെങ്കിൽ അവിടെ എങ്ങനെയായിരുന്നു ഇദ്ദേഹം നിങ്ങളുടെ അടുത്ത്? നമ്മുടെ കൂടെ പഠിച്ചൊരു ഫ്രണ്ട് ആണോ? ഓക്കെ. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നിന്ന് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്, നിങ്ങൾക്ക് പഠിപ്പിക്കുകയാണ്, നിങ്ങളൊക്കെ അപ്പൊ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടായിരുന്നോ? നമ്മളൊരു സുഹൃത്ത് നമ്മളോട് എങ്ങനെ സംസാരിക്കുക, അങ്ങനെയായിരുന്നു. പെട്ടെന്ന് നമുക്കത് മനസ്സിലാവും. ആളെ ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, പക്ഷെ നമ്മൾക്ക് ഒരു എന്തൊരു കാര്യം സത്യമായിട്ടുള്ള നമ്മളെ അനുഭവിച്ച കാര്യങ്ങളാണ്. നമുക്കിപ്പോ മറ്റൊരാൾ പുറത്തുനിന്ന് പറയുമ്പോൾ നമുക്ക് അത് കേൾക്കാൻ എടുക്കാനായിട്ട് ഉപദേശം കുറെ കേട്ടാലും ഇതായിരിക്കും. നമ്മുടെ സുഹൃത്ത് നമ്മളോട് പറയുമ്പോണ്ടാവണേ നമുക്കത് കേട്ടിരിക്കാനായിട്ടുള്ള ആ മൂഡായിരുന്നു അവിടെ. ഈ പ്യൂപ്പയിൽ ഒരേ സമയത്ത് എത്ര പേർക്കാണ് തരുൺ ചാൻസ് ഒരുമിച്ച് കൊടുക്കുക? ഇവര് വന്ന പ്യൂപ്പയിൽ അറൗണ്ട് 65 ആൾക്കാരുണ്ടായിരുന്നു. ഓ
അത്രയും. അപ്പൊ അതെന്ന് പറയുന്നത് നല്ലൊരു സ്ട്രെങ്ത് ആണ്. അപ്പൊ അത്രയും സ്ട്രെങ്തിൽ ഇവരെ ഓരോരുത്തരെയും ഈ പറയുന്ന പോലെ കേറ്റർ ചെയ്യാൻ അത് പറ്റുമോ? അത് പ്രാക്ടിക്കലി അതെനിക്ക് തോന്നുന്നു ഞാൻ ഈ കോളേജിൽ പഠിപ്പിച്ചിട്ടുള്ളതാണോ എനിക്ക് അതായിരിക്കും അതിന്റെ ഒരു കാരണം. എനിക്ക് എല്ലാവരോടും ഞാൻ പെട്ടെന്ന് കണക്ട് ആവും. ഓക്കെ. അവിടെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ, എന്റെ കൂടെ ഉള്ള ഡയറക്ഷൻ ടീം എനിക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്ന കാര്യങ്ങള്, അവിടുത്തെ മ്യൂസിക് അല്ലെ, അവിടുത്തെ മണം, അല്ലെ അവിടുത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അവിടെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാക്കും. അവിടെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മള് എന്താ പറയുക അതിലൂടെ ഇവർ കടന്നു പോകുമ്പം ഇവരുടെ ഉള്ളിലെ ബെറ്റർ ഹ്യൂമനും ബെറ്റർ ആക്ടറും ഒക്കെ അറിയാണ്ട് പുറത്തേക്ക് വരും. അവിടെ ഇവര് എന്താണ് ഏറ്റവും കൂടുതലായിട്ട് തരുണൊക്കെ ഇവിടെ പഠിപ്പിച്ചു തരുന്നത്? എന്തൊക്കെയാണ്? എങ്ങനെ എന്ന് പറഞ്ഞ് മാത്രമാണ് പുള്ളിക്കാരൻ തുടങ്ങുന്നത് തന്നെ മനുഷ്യരായിട്ടാണ് കാണുന്നത്. അങ്ങനൊന്നുമില്ല അവിടെ, അങ്ങനൊന്നുമില്ല. നമ്മളൊരു നല്ല മനുഷ്യനാക്കുകയാണ് ഒരു ആക്ടറിനേക്കാൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള എന്താ പറയാ, നമ്മളെ ഒരു നല്ല ബീങ് എ ഗുഡ് ഹ്യൂമൻ ബീങ് അത് പഠിപ്പിച്ചു. ഞാൻ വിശ്വസിക്കുന്നത് നമ്മള് ഏതൊരു ആർട്ടിസ്റ്റും നല്ല ആർട്ടിസ്റ്റിൽ നിന്ന് നല്ല ആർട്ട് ഉണ്ടാവണമെങ്കിൽ അയാൾ നല്ല ബെറ്റർ ഹ്യൂമൻ ആവും. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ അവരോട് പറയുന്നത്, നമ്മൾ ഈ കടന്നുപോയ യാത്രകളിലൊക്കെ നമ്മൾ ഒരുപാട് എന്താ പറയാ അഴുക്കുകൾ നമ്മൾ വന്ന് കയറിയിട്ടുണ്ട്. നമ്മൾ വളരുന്ന അനുസരിച്ചിട്ട് നമ്മൾ കാണുന്ന ആളുകൾക്ക് അനുസരിച്ച് നമുക്ക് വന്നാണ്. പക്ഷെ ആ അഴുക്കാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. നമ്മുടെ അഴുക്ക് ഇതെല്ലാം ചേരുമ്പോഴാണ് നമ്മൾ എന്ന് വെച്ചാൽ ശുദ്ധ പഞ്ചഭാവമാണെന്ന് പറഞ്ഞാൽ യാതൊരു കാര്യമില്ല. അപ്പൊ നമ്മളുടെ ഉള്ളിൽ കയറിയ അഴുക്കുകളുടെ കൂമ്പാരം എത്രയാണെന്ന് നമ്മൾ ഇടക്കിടക്ക് ഒന്ന് അളക്കണം. എന്നിട്ട് അത് മാറ്റി വെക്കേണ്ട സമയത്ത് മാറ്റി വെക്കണം, അഴുക്ക് കയറ്റുന്ന സമയത്ത് അഴുക്ക് കയറ്റണം എന്നൊക്കെ പറയുന്ന പരിപാടികളൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം അതൊരു എന്താ പറയുക, പ്യൂപ്പ ഭയങ്കര എനിക്ക് ഒരുപാട് എനിക്കിങ്ങനെ സംസാരിക്കാൻ എന്നെ പഠിപ്പിച്ചത് പ്യൂപ്പയാണ്. അപ്പൊ രമ്യയുടെ ചോദിച്ചില്ല എങ്ങനെയാണ് ഇത്ര നറേറ്റീവ് ആകുന്നത്. ഈ പ്യൂപ്പയിൽ ഇവരോടൊക്കെ ഞാൻ സംസാരിച്ചതാണ് ഞാൻ ഇങ്ങനെ ആയത്. നല്ല കഥാകാരനാണല്ലേ, കഥ പറഞ്ഞു തരാൻ. ഇങ്ങനെ രസിച്ചിരുന്നു പോകും, ഇമോഷൻസിലൂടെ നമ്മളെ കൊണ്ടുപോകും. ഒരു സെക്കൻഡ് പോലും ബോറടിപ്പിക്കില്ല. അതല്ലേ ഏറ്റവും വലിയ മനുഷ്യന്റെ വലിയൊരു കാര്യമാണ്. ഈ ഇന്റർവ്യൂസ് കാണുമ്പോഴും ഓൾവേസ് ഓൺ ട്രാക്ക്. ഇപ്പൊ ഞാനൊക്കെ 1 hour ഡ്രൈവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ ഇന്റർവ്യൂ എടുത്ത് കേൾക്കും. ഹെഡ്സെറ്റ് വെക്കുമ്പോൾ അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയി. നമുക്ക് കുറെ പഠിക്കാനുണ്ടായിരുന്നു. അതല്ല, രേവതിയുടെ അടുത്ത് ചോദിക്കണം. രേവതിന് എന്തൊക്കെ കഥ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടോ? അവിടെ കൊണ്ടുവരുമോ? പറ്റില്ല. അപ്പം ഈ പ്യൂപ്പയിലൊക്കെ പോയി ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളിൽ ഒരു ചേഞ്ച് വന്നു എന്ന് പറയണത് എന്തിലായിരിക്കും? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. പക്ഷേ ടോട്ടലി തരുൺ ചേട്ടൻസ് മാജിക്. അത് അത്രയും ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെയാ പറയാം. പിന്നെ ഇതിങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഒരു സ്റ്റോറി ഒക്കെ ഇടുമ്പോ നമുക്ക് റീഷെയർ ചെയ്യുമ്പോൾ ഓക്കെയാണ്. ഇങ്ങനെ മുഖത്തേക്ക് ചേട്ടൻ എങ്ങനെയാ ചേട്ടൻ അങ്ങനെയാ പറയുന്നത്. തരുൺ ചേട്ടൻ പറഞ്ഞ ആ ഒരു ബോണ്ടിന്റെ കാര്യം പറഞ്ഞു. ആ ഒരു ബോണ്ടിങ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നറിയാം? തരുൺ ചേട്ടന്റെയും അച്ഛനുമായിട്ടുള്ള ഒരു ബോണ്ടിങ്. അവിടെ അച്ഛനും ഉണ്ടായിരുന്നു അവിടെ ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കണക്ഷൻസ്. അതെല്ലാം ഞങ്ങളിലേക്ക് ആക്ച്വലി സാർ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ഇരുത്തിക്കൊണ്ട് പറയാൻ. അപ്പൊ എന്തായാലും പ്യൂപ്പ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച്. വന്നല്ലോ ഈ ഒരു സെഗ്മെന്റിലേക്ക് എല്ലാവരും എത്തിയതിന് ഒരുപാട് താങ്ക് യു. ജസ്റ്റ് കീപ് ഗോയിങ് എല്ലാവരും. ഓക്കെ, എന്താന്ന് വെച്ചാലേ ഇങ്ങനെ ഇവരൊക്കെ വന്ന് നിന്നിട്ട് ഇങ്ങനെ ഭയങ്കര നന്മമരമൊക്കെ ആയിട്ട് ആൾക്കാർ കാണുന്നത് നന്മമരം അല്ല, ഞാൻ അണ്ടർലൈൻ ചെയ്യണം. അങ്ങനെ ഒരു ഭയങ്കര ഗുഡ് ഹ്യൂമൻ ഒന്നും അല്ല ഇത്. ഇവര് വന്ന് ഇവരുടെ സ്നേഹം പറയുന്നു. തരുൺ മൂർത്തിയിലെ എന്താ പറയും നന്മമരം അല്ല എന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എനിക്കുണ്ട് കുശുമ്പുണ്ട്. എനിക്ക് എന്താ പറയാ, എനിക്ക് നമുക്ക് കൂടെയുള്ള ആളുകൾക്ക് നല്ലത് വരുമ്പോഴത്തേക്ക് അയ്യോ എനിക്കത് വന്നില്ല എന്നുള്ള പരിഭവങ്ങളുണ്ട്, ഫ്രസ്ട്രേഷൻസ് ഉണ്ട്, ദേഷ്യങ്ങളുണ്ട്, പിണക്കങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഉള്ള ആളാണ്. അല്ലാണ്ട് ഇതെല്ലാം ഇവര് പറയുന്ന പോലെ ചേട്ടൻ സൂപ്പറാ ചേട്ടൻ സൂപ്പറാ അങ്ങനെയല്ല. നമ്മൾ അവരോട് നമ്മുടെ ഏറ്റവും നല്ല മുഖങ്ങൾ കാണിക്കാൻ ശ്രമിക്കുന്നത്. നമ്മളിലും ഒക്കെ ഉണ്ട് ജോർജ് സാബ്. അതൊന്നല്ല, അത് എല്ലാരും ഇപ്പൊ അസോസിയേറ്റ് ചെയ്യുന്നത് ഇവരൊക്കെ തരുണിന്റെ ആ ഒരു എന്താ പറയാ ഒറിജിനൽ ആയിട്ടുള്ള തരുണിനെ നന്നായിട്ട് മനസ്സിലാക്കിയ ആൾക്കാരാണ്. അപ്പൊ അവര് അത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് തരുണിന്റെ അത് തരുണിന്റെ നല്ല മനസ്സ്. അതുകൊണ്ടാണ് തരുൺ അങ്ങനെ തോന്നിയത്. ഓക്കെ, തരുൺ ഇനി വരുന്ന പ്രൊജക്ട് അത് ഫഹദിന്റെ കൂടെയാണെന്ന് നമ്മൾ കേട്ടു. ആസിഫും ഒരു മൂവിയിലുണ്ടെന്ന് കേട്ടു. ഏതാണ് ഇനി വരുന്ന പ്രൊജക്ട്? ഇല്ല, ഇപ്പം ചെയ്യാൻ പോകുന്നത് ടൊർപ്പഡോ എന്ന് പറഞ്ഞ ബിനു പപ്പു എഴുതുന്ന ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷനിലുള്ള ഒരു സിനിമയാണ് നമ്മൾ ചെയ്യുന്നത്.
അത് അതിൻ്റെ ആദ്യ ഇനിഷ്യൽ ഡിസ്കഷനിലൊക്കെ ആസിഫും കൂടി പാർട്ടായിരുന്നു. പക്ഷെ ആസിഫിനും ഈ പറയുന്ന അതെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തുടരുമിന് തൊട്ടു മുമ്പ് കമ്മിറ്റ് ചെയ്തിരുന്ന പ്രോജക്റ്റാണ്. ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ എല്ലാ ഫിനാൻഷ്യൽ ഡീലിങ്സ് അടക്കമെല്ലാം സംസാരിച്ച് മുന്നോട്ട് വന്ന ഒരു പ്രോജക്റ്റാണ്. പക്ഷേ ആ സമയത്താണ് കൃത്യം ലാലേട്ടൻ വിളിക്കുകയും നമുക്ക് നെക്സ്റ്റ് മന്ത് ഷൂട്ടിംഗ് തുടങ്ങാമെന്ന് പറയുകയും ചെയ്യുന്നത്. അപ്പം അവിടെയാണ് എനിക്ക് ഈ സിനിമയിലത്തെ ചില നല്ല റിലേഷൻഷിപ്സിനെ അടയാളപ്പെടുത്താനുള്ളത്. കാരണം ഞാൻ ആദ്യം അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഞാൻ കൺസേൺഡ് ആയിരുന്നു അബൌട്ട് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻ. കാരണം അവരോട് ഞാൻ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളതാണ്. അപ്പം ഞാനത് എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ബിനുവിന്റെ ഫസ്റ്റ് സിനിമ എഴുത്താണ്. ബിനു അതിനു വേണ്ടി ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത് അഭിനയമൊക്കെ മാറ്റി വെച്ച് ഇങ്ങനെ ഈ പറയുന്ന പോലെ ഒരു കുറെ നല്ലൊരു ബ്രേക്ക് എടുത്തിട്ടാണ് ബിനു അത് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഈ രണ്ടുപേരോട് ആൻസറബിൾ ആണ്. അപ്പം ഞാനത് ആ സമയത്ത് ആഷിഖിനോട് ഞാൻ അപ്പം അന്ന് ആസിഫുണ്ട്, ആസിഫിന്റെ ഡേറ്റും ഒക്കെ കൃത്യമായിട്ട് വന്ന് നിൽക്കുന്ന സമയമാണ്. ബാക്കി ആക്ടേഴ്സും ഒക്കെ ഓൾമോസ്റ്റ് അർജുൻ ദാസ് ഉണ്ട്, ഫഹദിന്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ കൺഫർമേഷൻ ആയിട്ടില്ല. അപ്പം അതിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ലാലേട്ടൻ്റെ പ്രോജക്റ്റ് ഓണാവുന്നത്. അപ്പം ടു ബി ഫ്രാങ്ക് ഞാൻ വെരി താങ്ക്ഫുൾ ടു ആഷിഖ് ഉസ്മാൻ ആൻഡ് ബിനു പപ്പു. കാരണം ആഷിഖിനെ ഞാനൊരു രാത്രിയിൽ വിളിച്ചിട്ട് ആഷിഖെ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു ആഷിഖോട് പറയാൻ. കാരണം ഒരു എത്തിക്സ് ഇല്ലായ്മയല്ലേ. അല്ല എനിക്ക് ലൈഫിലൊരു നല്ല മൊമെന്റ് വന്നപ്പോൾ ഞാൻ ആഷിഖിനെ ചതിക്കുന്നതിന് തുല്യമാണ്. അപ്പം എനിക്കത് പറയുന്നതിന്റെ ഭയങ്കരമായ ബുദ്ധിമുട്ട് ആഷിഖിന് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആഷിഖ് അഡിയോസ് അമിഗോസ് എന്ന പടത്തിന്റെ ഷൂട്ടിംഗ് സമയത്താണ് ഞാൻ ആഷിഖിനെ വിളിക്കുന്നത്. അതിന് മുമ്പത്തെ ദിവസം പോലും നമ്മളിതെല്ലാം സംസാരിച്ച് ഷൂട്ടിനെ പറ്റിയൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുക. അച്ഛനോട് ആഷിഖ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ലാലേട്ടൻ അടുത്ത മാസം പടം ഷൂട്ട് ചെയ്യാൻ പറയുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആഷിഖ് മച്ചാനെ നിങ്ങൾ ലാലേട്ടൻ്റെ പടം ചെയ്യണം. ലൈഫിൽ എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലൊരു ആർട്ടിസ്റ്റ് അങ്ങനെ എല്ലാവരെയും വിശ്വസിച്ച് വരുന്ന ആളുമല്ല. അപ്പൊ അങ്ങനെ ലാലേട്ടൻ തരുണിനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലാലേട്ടൻ തരുണിനൊപ്പം ചെയ്യാന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ഡു ദാറ്റ് പ്രോജക്റ്റ്. എന്നിട്ട് നമുക്ക് നോക്കാം ആ പ്രോജക്റ്റ്. അത് തന്നെ ബിനുവിനും ആദ്യം കേൾക്കുമ്പോഴൊക്കെ അത് എങ്ങനെയാണ് ശരിയാണ് നമ്മൾ ആശയം കൊണ്ട് കമ്മിറ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞൊരു പരിഭവവും പിണക്കവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അറ്റ് ലാസ്റ്റ് ബിനുവും എനിക്കൊപ്പം നിന്നു. ബിനു ഒരു സ്റ്റേജ് വന്നാൽ അതാണ് ചെയ്യേണ്ടത്, ശരിയാണ് നിന്റെ നമ്മൾ ഒരുമിച്ച് അങ്ങനെ ഒരു പടം. അപ്പം ബിനു അപ്പം ഞാൻ പറഞ്ഞ ബിനുവിനെ ഞാൻ ബെന്നി എന്ന് പറഞ്ഞ ക്യാരക്ടറിലേക്ക് ഞാൻ വിളിക്കുന്നു. ബിനുവിനെ ഞാൻ പറഞ്ഞ ഓൾറെഡി ബിനു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഈ പ്ലാനിൽ. പിന്നെ എൻ്റെ കൂടെ ഡയറക്ഷൻ ടീമിൽ നിൽക്കണം എന്ന് പറയുന്നു. അങ്ങനെ അപ്പം അങ്ങനെയാണ്. അപ്പൊ ഒരു മുന്നേ അനൗൺസ് ചെയ്യപ്പെട്ടിരുന്ന ആസിഫ് അടക്കമുള്ള ഒരു കാസ്റ്റിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന സിനിമയാണ്. പക്ഷെ പിന്നീട് ഞാൻ ഇപ്പം ഈ സ്റ്റേജിലോട്ട് വന്നപ്പം ആസിഫ് ഒരുപാട് കമ്മിറ്റ്മെന്റുകളിലോട്ട് പോയി. അപ്പൊ എനിക്ക് പറയുന്ന സമയങ്ങളിൽ ഞങ്ങൾ എല്ലാവരും പ്ലാൻ ചെയ്ത സമയം വളരെ സൗഹൃദത്തോടു കൂടി തന്നെ ആണ് നമുക്ക് വേറൊരു പരിപാടിയിൽ ജോയിൻ ചെയ്യാൻ, വേറൊരു പ്രോജക്റ്റിനെ പറ്റിയും ഡിസ്കഷൻ. ആസിഫിന് ഭയങ്കര ആഗ്രഹമുണ്ട് ഇങ്ങനെ ഒരു കൊളാബറേഷൻ ഉണ്ടാവണം. അതെ, അപ്പൊ അത് ആസിഫ് ഈടെ പറഞ്ഞിരുന്നു, നൗ ഇറ്റ്സ് ഹിസ് കോൾ, എന്നെ വിളിക്കണോ വേണ്ടയോ, ഞാൻ ഇനി ഇത് ചെയ്യണോ. ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റ് ആസിഫ്. ഭയങ്കര രസമുള്ള മലയാളത്തിൽ എണ്ണം പറഞ്ഞ കുറെ നല്ല നടന്മാരിൽ ഞാൻ സ്റ്റാറിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഈ ആർട്ടിസ്റ്റിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കൂലേ, തീർച്ചയായിട്ടും അങ്ങനെ കണ്ണ് എന്ന് പറയുന്നതിനെ ഭയങ്കരമായിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു ആർട്ടിസ്റ്റാണ് ആസിഫ്. ഇപ്പൊ എനിക്ക് ആസിഫിനൊപ്പം വർക്ക് ചെയ്യണമെന്നുണ്ട്. ഞങ്ങൾ ഈ പ്രോജക്റ്റ് എന്നാൽ നമുക്ക് വേറൊരു ആർട്ടിസ്റ്റ് കൊളാബറേഷനിൽ ഇത് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ആസിഫുമായിട്ട് ഇത് മാറുമ്പോഴും ആസിഫ് വേറൊരു പ്രോജക്റ്റിന്റെ സാധ്യതകൾ നമ്മൾ രണ്ടുപേരും ഓപ്പൺ ആക്കിയിട്ടാണ്. അതിന്റെ ഒരു ആലോചനയും നടക്കുന്നുണ്ട്. പക്ഷെ അത് പ്രോജക്റ്റുകളായതുകൊണ്ടൊക്കെ സംഭവിക്കുമ്പോഴേ ടൊർപ്പഡോ എന്ന് പറയുന്ന സിനിമ ചെയ്യാനിരുന്ന സ്ഥലത്തു നിന്നാണ് പെട്ടെന്നൊരു മോഹൻലാൽ സിനിമ വരുന്നത്. അപ്പം അതുകൊണ്ട് ഐ ആം റിയലി താങ്ക്ഫുൾ ടു ഈ ഒരു ഞാൻ ഇന്റർവ്യൂവിൽ അതങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അതങ്ങനെ മലയാള സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് പറയില്ല, അല്ലെങ്കിൽ അവർക്കങ്ങനെ പറയേണ്ട കാര്യമില്ല. ബിക്കോസ് അവരെനിക്കൊരു അപ്പാർട്ട്മെന്റ് എടുത്തു തന്ന് എൻ്റെ ADSന്റെ ഒക്കെ റെമ്യൂണറേഷൻ അഡ്വാൻസുകളൊക്കെ നീക്കി ഞങ്ങളൊരു ഇത്രയും നാളത്തെ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് നഷ്ടമാണത്. പക്ഷെ ആ സമയത്ത് ഒരു ഗുഡ് ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു ഗുഡ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ആശികനോട് പറഞ്ഞു ആ സിനിമ ചെയ്യണം, അത് നിങ്ങളുടെ കരിയറിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ സിനിമ വർക്കൗട്ട് ആയാൽ അത് നമ്മുടെ സിനിമയ്ക്ക് നല്ലതാണ്. തീർച്ചയായിട്ടും അതെല്ലാവരും പറയില്ല. സോ ഞാനത് ആശിക്കിന് ഈ സമയത്ത് അതിനെ ട്രൂ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഓർക്കുന്നു. ഓക്കെ, ഇതേപോലെ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സർപ്രൈസ് സിനിമ കാണാനായിട്ട് എപ്പോഴും നിറയെ ആൾക്കാർ പബ്ലിക് ഒക്കെ മിക്ക സീനുകളിലും ഉണ്ടാവും. അതിൽ നമ്മൾ എത്ര സീക്രസി വെക്കാം എന്ന് പറഞ്ഞാലും സെറ്റ് ഇട്ട് വെക്കാൻ പോയാലും എവിടെന്നെങ്കിലും ഒരു കുറച്ച് പബ്ലിക് എങ്കിലും ആ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നെന്ന് പറയുമ്പോൾ ആൾക്കാർ ഓടിയെത്താറുണ്ട്. പക്ഷെ ചില സിനിമകളിലും ഈ പറയുന്ന നമ്മുടെ തുടരത്തിനകത്താണെങ്കിലും സർപ്രൈസ് ആയിട്ടുള്ള വെക്കുന്ന കുറെ സീക്വൻസുകളുണ്ട്. അത് ഈ പബ്ലിക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ ചെയ്യുക, ഈ പബ്ലിക് ഷൂട്ടിംഗ് കാണാൻ വരുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഉള്ളതുകൊണ്ട് ഇവരിത് ഷൂട്ട് ചെയ്യും. എന്നിട്ട് ഇവർ ഈ സംഭവം നമ്മൾ എത്ര സസ്പെൻസ് ആയിട്ട് വെക്കാന്ന് പറഞ്ഞതാണെങ്കിലും ഇവരത് ലീക്ക് ചെയ്യും ഭയങ്കരമായിട്ടും. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം തരുൺ ഉണ്ടായിട്ടുണ്ട്? കഴിയുന്നതും അങ്ങനത്തെ സീക്വൻസുകളിലൊക്കെ ഈ മൊബൈലുകൾ നമ്മൾ മേടിച്ചു വെക്കാറുണ്ട്. ഷൂട്ടിംഗ് കാണാൻ സമ്മതിക്കും അല്ല,
ഷൂട്ടിംഗ് കാണാൻ ആളുകൾ സമ്മതിക്കാറില്ല. പക്ഷെ ഈ ഒരുപാട് ക്രൗഡിനെ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞ് വരുന്ന ആർട്ടിസ്റ്റുകളെ അവരുടെ മൊബൈലുകളൊക്കെ മേടിച്ചു വെച്ചതിന് ശേഷമാണ് നമ്മൾ ചില സീക്വൻസുകൾ അഭിനയിപ്പിക്കാറ്. അത് ഭയങ്കര കൺസേൺ ആയിട്ട് തന്നെ, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനെ നമ്മൾ വിളിച്ചു നിർത്തിയിട്ട് നമ്മൾ പറയാറുണ്ട്, ഇത് ഒന്നെങ്കിൽ മൊബൈൽ ഷൂട്ട് ചെയ്യരുത്, നിങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ പുറത്ത് വിടരുത് എന്നൊക്കെ നമ്മൾ മാക്സിമം പറയാറുണ്ട്. എന്നാൽ പോലും ഇവർ സെറ്റിൽ നിന്ന് സെറ്റിലുകളിലേക്ക് പല പല സിനിമകളുടെ ഭാഗമാകാൻ പോകുന്ന ആളുകളായതുകൊണ്ട് പല കാര്യങ്ങളും ഇവർ ലീക്ക് ചെയ്യുന്നുണ്ടെന്ന കാര്യമൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. കാരണം ഇപ്പം ഈ പടത്തിൽ ശാന്തമീ രാത്രിയിൽ എന്ന് പറഞ്ഞ പാട്ടുണ്ട്, മമ്മൂക്ക ചെയ്യണ സ്റ്റെപ്പ് ലാലേട്ടൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ പുറത്തിങ്ങനെ കറങ്ങി നടക്കുന്നതൊക്കെ, പക്ഷെ അതങ്ങനെ വലിയ സെലിബ്രേഷൻ ആയിട്ട് ആരും പോയില്ല. അതൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരം പോലെ ഇങ്ങനെ പറഞ്ഞു പോയതിനപ്പുറത്തേക്ക് നമുക്കൊരു ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിലൊന്നും ആരും പെരുമാറിയില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഫൈറ്റും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ഭയങ്കര ഹൈഡ് ചെയ്തിട്ടാണ് വെച്ചത്. അപ്പം ഫൈറ്റ് ഉണ്ട്. ഇപ്പൊ ഈവൻ ആദ്യം വിട്ട പോസ്റ്ററുകളിലൊക്കെ ഈവൻ നമ്മൾ ഫൈറ്റ് കൊറിയോഗ്രാഫറിന്റെ പേര് പോലും പുറത്തു വിട്ടില്ല. അപ്പം കാരണം ഫൈറ്റ് അതൊക്കെ സർപ്രൈസ് ആയിട്ട് തന്നെ ആളുകൾക്ക് കിട്ടണം. എന്നാലും അവിടെ നിന്ന് ഇവിടെ നിന്നും ഒക്കെ ഈ പറയുന്ന ഈ ഫാൻ ഫൈറ്റുകൾ ഉണ്ടല്ലോ, അപ്പം എതിർ ഗ്രൂപ്പുകളുടെ ഫാൻസ് ഇവർക്ക് തമ്മിലൊന്നും അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കൾച്ചറിൽ ആ സിനിമയിൽ ഇങ്ങനെയുണ്ട്, ഈ സിനിമയിൽ ഇങ്ങനെയുണ്ടെന്ന് കഥയൊക്കെ ലീക്ക് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അപ്പം വേറൊരു ഇൻട്രസ്റ്റിംഗ് ഇൻസിഡന്റ് പറയാം. വേണം, ഞാനൊരു എക്സ്ക്ലൂസീവ് ആണ്. ഞാൻ നോക്കുമ്പം പടത്തിന് 3 ദിവസം മുമ്പേ ഇതിന്റെ സിനിമയുടെ കഥ മൊത്തം ലീക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പുകൾ വന്നോണ്ടിരിക്കുക. അപ്പൊ എന്നെ നമ്മുടെ SN സാമി സാറിന്റെ മകനുണ്ട്. അപ്പൊ ഞാനൊരു ഇന്റർവ്യൂ ക്ലബ് FM കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത്, ചേട്ടാ കഥ മൊത്തം പോയി ചേട്ടാ, ഇവിടെ എല്ലാ ഗ്രൂപ്പുകളിലും കഥ വന്നോണ്ടിരിക്കുകയാണ് ചേട്ടാ എന്ന്. അപ്പൊ ഞാൻ എന്താണ് കഥ വന്നത് ചേട്ടാ, ഇന്ന എലിമെന്റ് ഒക്കെ ഒരു ഓർഡർ ചെയ്തിട്ടേക്കാണ് ചേട്ടാ, എല്ലാം പോയി ചേട്ടാ എന്ന് പറഞ്ഞു. ഇവൻ എന്നെ പാനിക് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പാനിക് ആയോന്ന് വെച്ചാൽ പാനിക്കായി. ഞാൻ പറഞ്ഞു, നീ എനിക്കൊന്ന് അയക്ക് എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഗ്രൂപ്പുകളിലൊക്കെ നോക്കിയപ്പോൾ ചെറിയ അംശങ്ങളൊക്കെ ഉണ്ട് കഥയുടെ, ഈ മെയിൻ ക്രക്സ് പോയിന്റുകളൊക്കെയാണ് ഉള്ളത്. അപ്പം ഞാൻ ഒരു ദിവസം ഫുൾ ഇങ്ങനെ നോക്കി, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ആളുകളൊക്കെ ചെറിയ ലൈക്കും കമന്റും അതിനെ തിരിച്ച് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞൊരു കൺഫ്യൂസ് സ്റ്റേജിലാണ് കമന്റ് ബോക്സ് മൊത്തം. പക്ഷെ ഇട്ടിരിക്കുന്നവന്മാരൊക്കെ എവിടെ നിന്നോ ലീക്കായ കഥ അതേപോലെ തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ അടുത്ത ദിവസം ലാലേട്ടൻ ഫാൻസുള്ള പിള്ളേരോട് പറഞ്ഞു, ഇങ്ങനെ കഥ ലീക്കായി വരുന്നുണ്ട്, ഇങ്ങനെ മെയിൻ കഥ. അപ്പം അത് ഒരു കാര്യം ചെയ്യും, നമുക്ക് കുറച്ച് കഥകൾ അങ്ങോട്ട് അടിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ലാലേട്ടൻ ഫാൻസ് അസോസിയേഷനുള്ള പയ്യന്മാരോട് ഞാൻ കുറച്ച് കഥകൾ അങ്ങോട്ട് തരാം, നിങ്ങളിത് പല ഗ്രൂപ്പുകളിൽ സ്പ്രെഡ് ചെയ്തു. ഞാൻ വേറെ കഥകൾ ഒരു 10 കഥകൾ ഉണ്ടാക്കി, ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഇയാൾ സൈക്കോ ആണ്, ഇയാൾ ഇങ്ങനെയാണ്, ഇയാൾ കൊല്ലുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് ഇവർ കണ്ടെത്തിയ കഥയുടെ വേഷനോട് സമാനമായ ഒരു 10 കഥകൾ ഞാൻ ഉണ്ടാക്കിയിട്ട് ലാൽ സാറിൻ്റെ ഈ ഓൾ കേരള ലാൽ സാർ ഫാൻസിൻ്റെ പിള്ളേരുടെ കയ്യിലോട്ട് കൊടുത്തു. ഇത് എല്ലാ ഗ്രൂപ്പും നിങ്ങൾ ഇനി ഫേക്ക് ID വെച്ചിട്ടോ എവിടെ വേണം ഇതുകൊണ്ട് പോസ്റ്റ് ചെയ്തോ, കാണാൻ പറ്റുന്ന ഒരു കൺഫ്യൂഷൻ. അപ്പോൾ ആ കഥയല്ലേ ഈ കഥയല്ലേ ആ കഥ എന്ന് പറഞ്ഞൊരു 10 വേർഷൻ ഓഫ് സ്റ്റോറീസ് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു. അല്ല, ഞാനൊരു സംവിധായകന്റെ പ്രശ്നമാണ് ഞാൻ പറയുന്നത്. ഈ ഫാൻ ഫൈറ്റുകൾക്കിടയിൽ നമ്മൾ എന്താ പറയുക, ഇതെങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? ഇവർ ഫാൻ ഫൈറ്റിന്റെ പേരിൽ നമ്മൾ കഥകൾ, സിനിമയുടെ കഥയെന്ന് പറഞ്ഞൊരു കഥ ഇറങ്ങുന്നു. അപ്പൊ അത് വിശ്വസിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ 10 കഥയാണ് അപ്പുറത്തുണ്ടാക്കുന്നത്. എന്നിട്ട് ഗ്രൂപ്പുകൾ സ്പ്രെഡ് ചെയ്ത് എന്നിട്ട് എനിക്ക് തന്നെ വരും, സാർ നമ്മുടെ കഥ ലീക്കായി സാർ, നമ്മൾ ഞാൻ അയച്ചു കൊടുത്തതിന് ഞാൻ പറഞ്ഞു, ഓ ശരിയാണ് മോനെ ലീക്കായി, നീ മിണ്ടാണ്ട് ആരോടും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു കൺഫ്യൂസ് ഒരു കയോസ് സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടാണ് ആ സിനിമ റിലീസ് ചെയ്തത്. എന്തൊക്കെയല്ലേ. അതിന്റെ കൂടെ വേറൊരു കാര്യം കൂടെ തരുൺ കേട്ടെന്നറിയില്ല, വേറൊരു സംവിധായകൻ പറയുന്നുണ്ട് ഇത് അദ്ദേഹത്തിന്റെ കഥയായിരുന്നു, അദ്ദേഹം ചെയ്യാൻ നിൽക്കുന്ന, അത് കേട്ടോ? എനിക്ക് അയച്ചു തരുന്നുണ്ട്, എനിക്ക് അദ്ദേഹത്തിന് അറിയില്ല. കാരണം ഞാൻ പറഞ്ഞു, ഇത് സുനിലേട്ടനും രഞ്ജിതേട്ടനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ലാലേട്ടൻ്റെ പറഞ്ഞൊരു കഥയാണ്. അത് ലാലേട്ടൻ കേട്ട് ഓക്കെ പറഞ്ഞു. ഇവർ വേറെ ആരുടെ അടുക്കലും കഥ സംസാരിച്ചിട്ടില്ല. പിന്നെ ഈ പറയുന്ന പോലെ നമ്മളിങ്ങനെ ആ യാത്രയിൽ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പാണ് ഞാൻ ആ സിനിമയ്ക്കൊപ്പം ചേർന്നത്. അപ്പോഴും ഒന്നും ഞാൻ പറഞ്ഞു, ഇത് ഒരുപാട് നാളായിട്ട് എയറിൽ നിൽക്കുന്ന കഥയാണ്, എല്ലാ സിനിമാ ഹബ്ബുകളിലും അറിയാവുന്ന കഥയാണ്. എന്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. ഇത് ഒരു സിനിമ ഒരു മിക്ക സംവിധാന അല്ലെങ്കിൽ സിനിമാ ഹബ്ബുകളിലും തരുൺ ചെയ്യാൻ പോകുന്ന സിനിമ ആ പഴയ ബെൻസ് വാസു എന്നുള്ള കഥയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഇൻട്രോൾ ട്വിസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ട്വിസ്റ്റാണ്. അപ്പൊ ഇത് ചലഞ്ചിങ് ആണ് എനിക്ക്. അപ്പൊ അവരെ എങ്ങനെ ഇത് നമ്മള് കാണാൻ പറ്റുന്ന പ്രേക്ഷകനെ ഇത് എങ്ങനെ എക്സൈറ്റഡ് ആക്കാന്ന് പറയുന്നൊരു ചലഞ്ചിങ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ഇതിന് അവകാശം സ്ഥാപിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്. എനിക്ക് അദ്ദേഹത്തെ അറിയില്ല, എനിക്ക് അദ്ദേഹത്തിന് പേഴ്സണലി മെസ്സേജ് ഇല്ല. ഇനി അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന കഥേനെ ഞാനിട്ട് വില കുറച്ച് കാണുന്നില്ല. ചിലപ്പം വല്ല കോയിൻസിഡന്റിൽ വന്നതായിരിക്കാം. ചില പോസ്റ്റുകളൊക്കെ കണ്ടു,
ഇനി എന്താണ് അദ്ദേഹം നിയമ നടപടിക്കൊക്കെ ഇറങ്ങിയിരിക്കുകയാണെന്ന് അറിയില്ല. നമുക്ക് എന്തെങ്കിലും അങ്ങനെ വരുവാണെങ്കിൽ നമ്മളതിനെ ആ രീതിയിൽ തന്നെ കാണാൻ. കാരണം എനിക്കുള്ള ഇവരാരും അങ്ങനെ ഒരു കോപ്പി അടിച്ചോ അല്ലെങ്കിൽ അങ്ങനെ വേറൊരാളുടെ അങ്ങനത്തെ മനുഷ്യന്മാരല്ല ഈ സുനിലേട്ടൻ്റെ. ഇവർ ഭയങ്കര എത്തിക്സ് ഉള്ള അങ്ങനെ സിനിമാ സംഘങ്ങളിൽ എത്തിക്സ് അല്ലാണ്ട് ഒരു രീതിക്കും ഞങ്ങൾ ഇല്ല എന്ന് പറയുന്ന രണ്ടാളുകളുണ്ട്. എന്താണ് ഇപ്പം ഒരാൾക്കൊരു പെയിൻ ഉണ്ടാവുന്ന കാര്യം ഇപ്പം എത്രയോ ഞാൻ എന്താണ് കേസിലൊക്കെ കേട്ടിട്ടുണ്ട്. വേറൊരു നടൻ മറ്റൊരു നടനെ മാറ്റണം എന്ന് പറയുകയാണെങ്കിൽ മാറ്റാൻ പറഞ്ഞ നടനെ മാറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഞാൻ പേരൊന്നും പറഞ്ഞില്ല. പക്ഷെ അങ്ങനെയാണ് അവർ ആ ഫിലിമോഗ്രഫി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് എന്റെ വിശ്വാസം. സുനിലേട്ടനും അങ്ങനെ ഭയങ്കര തങ്കക്കുടം പോലത്തെ ഒരു മനുഷ്യനാണ്. അങ്ങനെ ഇപ്പൊ വന്നിരിക്കുമ്പോൾ തന്നെ അല്ലേ ഭയങ്കര പാവം പിടിച്ചൊരു സോളാണ്, ട്രൂ ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെ ആർട്ടിസ്റ്റുകൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്കത് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം നോക്കാം അല്ലേ. ഇനി നമുക്ക് ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാം. ഓക്കെ, മനസ്സ് പറയുന്ന കാര്യങ്ങൾ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ പെട്ടെന്ന്. ഓക്കെ, തുടരും എന്ന ലാലേട്ടൻ ചിത്രത്തിൽ വിജയ് സേതുപതിയുടെ ഫോട്ടോ യൂസ് ചെയ്യാൻ അനുവാദം തന്നതിന് പിന്നിൽ ലാലേട്ടനുള്ള സ്നേഹമാണ്. വിജയ് നമ്മള് മെയിൽ അയക്കുകയായിരുന്നു, ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ലാൽ സാറിന്റെ ഒരു പഴയ സുഹൃത്തായിട്ടാണ് ഓഫ് കോഴ്സ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ലാലേട്ടനോടുള്ള എന്റെ കാര്യമാണോ ചോദിക്കണം അതോ ഈ പറഞ്ഞ വിജയ് സേതുപതിയുടെ ആയിട്ടാണോ ചോദിക്കണം? രണ്ടും പറഞ്ഞോളൂ. വിജയ് സേതുപതിക്ക് ലാലേട്ടനോടുള്ള ഭയങ്കരമായ അഡ്മിറേഷൻ ആണ്. ഭയങ്കര ലാൽ സാറിനൊപ്പം സിനിമ ചെയ്യാന്നുള്ള അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഇവൻ ഫോട്ടോഗ്രാഫ് വഴി സ്റ്റോറി ടെല്ലിംഗിൽ ഭാഗമാകാൻ പറ്റുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പൂർണ്ണ അനുവാദം കിട്ടി. എനിക്ക് മെയിലില് അനുവാദം രഞ്ജിത്തേട്ടൻ മേടിച്ചു തന്നതിന് ശേഷമാണ് നമ്മൾ ചെയ്തത്. തരുൺ എന്തുകൊണ്ട് വിജയ് സേതുപതി എന്ന് പറഞ്ഞ ആളെ സെലക്ട് ചെയ്തു? എനിക്ക് ആ കോമ്പിനേഷൻ നമുക്ക് കാണാൻ കൊതിക്കുന്ന ഒരു കോമ്പിനേഷൻ അല്ലേ. ഇപ്പൊ വിജയ് സേതുപതി ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് ഞാനും പേഴ്സണലി വിജയ് സേതുപതി ആണ് കൂട്ടുകാരനെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്ന ആ ഒരു ഫ്രഷ്നെസിന്റെ ഭാഗമായിട്ടാണ് ചെയ്തത്. ഓക്കെ, ശരി. വേറിട്ട ഒരു ചിന്ത. തരുൺ മൂർത്തിയുടെ വിജയത്തിന് പിന്നിൽ രേവതിയുടെ പങ്ക് ഒറ്റ വാക്കിൽ വിശേഷിപ്പിച്ചാൽ? അവളാണല്ല. അയ്യോ, അവള് എന്താ പറയാ, നമ്മള് അച്ഛന്റെ കാര്യം നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് രേവതിയുടെ കാര്യം. കുക്കു എന്നാണ് ഞാൻ വിളിക്കുന്നത്. അച്ഛൻ ലൈഫിൽ റിസ്ക് എടുക്കാനൊന്നും പിടിപ്പിച്ചിട്ടൊന്നുമില്ല. അച്ഛൻ ഈ പറയുന്ന പോലെ നമുക്ക് വേണ്ട ഇൻപുട്ടുകൾ തന്ന് നമ്മളെ വളർത്തി, അല്ലെങ്കിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് തന്ന് നമുക്കൊരു നല്ല ലൈഫ് തന്ന് നമുക്ക് വേണ്ട ഇൻപുട്ടുകൾ തന്ന് നമ്മൾ സെറ്റാക്കി നിർത്തി. ഇവളെ കല്യാണം കഴിച്ചതിന് ശേഷം അതുവരെ ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ വർക്ക് ചെയ്ത ആളുകളാണ്. ഞങ്ങൾ വളരെ കുറച്ച് നാളെ അടുത്തിടപഴകിയിട്ടുള്ളൂ. ഞങ്ങളുടെ പ്രണയവും ഒക്കെ അത്രയേ ഉള്ളൂ. പെട്ടെന്നാണ് ഞങ്ങൾ കല്യാണം കഴിക്കാനൊക്കെ തീരുമാനിച്ചത്. കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കൂടുതൽ പ്രണയിക്കുന്നതും അടുക്കുന്നതും ഒക്കെ. അപ്പം എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ഭ്രാന്തുകളും ഒക്കെ മനസ്സിലാക്കിയപ്പം പെപ്പെ അവിടെയാണ് എത്തേണ്ടത് എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കരമായ ബാക്കപ്പ് ഒന്ന് പുഷ് ചെയ്ത് നിർത്തി. ഇപ്പോഴും നമുക്ക് ഇത് ഭയങ്കര ടെൻഷനുള്ളൊരു ഇതാണ്. നമുക്ക് സന്തോഷത്തിനേക്കാൾ ഉപരിയായിട്ട് പെട്ടെന്ന് സങ്കടങ്ങളും ഈ തന്നെ ക്രിയേറ്റീവായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഇമോഷണൽ കാര്യങ്ങൾ ഭയങ്കര ബാലൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ തന്നെ പല കഥകളൊക്കെ ആലോചിച്ച് കൂട്ടി നമ്മൾ തന്നെ നെഗറ്റീവ് ഓറാസ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ജീവിച്ചിരിക്കും. അപ്പം ഞാൻ ഈ നെഗറ്റീവ് ഓറയിലൊക്കെ പോകുന്ന സമയത്ത് എന്നെ തിരിച്ചു കൊണ്ടുവരുന്നതൊക്കെ അവളാണ്. ഭയങ്കര എൻ്റെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം വളരെ സ്ട്രോങ് ആണ്. ഭയങ്കര സ്ട്രോങ് ആണ്. കാരണം അവള് ലൈഫിൽ വളരെ ചെറുപ്പത്തിൽ അച്ഛനൊക്കെ മരിച്ചുപോയ ഒരു കുട്ടിയാണ്. അതായത് അപ്പം ഒരു അമ്മയും രണ്ടും പെമ്മക്കളും ഒക്കെ ആയിട്ട് ചേർന്ന് ഒറ്റയ്ക്ക് അവൻ ഭയങ്കര ബോൾഡാണ്, ഭയങ്കര കാര്യപ്രാപ്തിയുള്ള, എന്നെക്കാളും ഭയങ്കരമായിട്ട് ഒരു കാര്യപ്രാപ്തിയുള്ള മാനേജ്മെന്റ് സ്കില്ലുള്ള ഒരു ലേഡിയാണ്. അപ്പം എന്റെ ലൈഫിൽ അങ്ങനൊരു മാനേജ്മെന്റ് സ്കില്ലുള്ള ആളായതുകൊണ്ട് എന്നെ അവള് നന്നായിട്ട് മാനേജ് ചെയ്തു. എന്നെയും എന്റെ ഫുൾ ഫാമിലി. ഇപ്പം കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊന്നും ഞാൻ അങ്ങനെ ടേക്ക് കെയറും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ പഠിത്തം, പഠിപ്പിക്കൽ, അവരുടെ സ്കൂളിൽ വിടുന്ന കാര്യങ്ങൾ, ഈ ഒരു ടെൻഷൻസ് ഒന്നും എന്നെ അറിയിക്കുന്നില്ല. എല്ലാം വളരെ ഭംഗിയായിട്ട്. താങ്ക്സ് പറയേണ്ട കാര്യമില്ല. എന്നാലും നമ്മൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ടത്. ഓപ്പറേഷൻ ജാവ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോൾ ഇവള് 3 months ക്യാരിങ് ആണ് സെക്കൻഡ് ബേബീനെ. അപ്പോൾ ഇവള് ക്രൗഡിൻ്റെ ഇടയിൽ കൂടി ഓടി വന്ന് എനിക്കൊരു ഹഗ് തന്നിട്ടുണ്ട്. അപ്പം ആ ഹഗ് ഭയങ്കര പേഴ്സണലാണ്. എവിടെ പോയാലും ഇപ്പം നമ്മൾ എത്ര സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞാലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചെറിയ കുറുമ്പും വഴക്കും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം എനിക്ക് അത് എപ്പോൾ ഇവളിൻ്റെ ഇടയ്ക്ക് വഴക്കടിച്ച് നിൽക്കുമ്പോഴും അങ്ങോട്ട് ഇവളോട് ഇണങ്ങാൻ തോന്നുന്ന ആ ഹഗ്ഗാണ്. എനിക്കറിയാം ആ ഹഗ്ഗിന് ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക്. ആ ഒരു എന്താ പറയാ, ചില സമയത്ത് ആ ഒരു ചെറിയ ഹഗ് ആണെങ്കിൽ പോലും നമുക്ക് തരുന്ന ആ ഒരു ഫീലിംഗ് അല്ലേ. അതേ ഇപ്പം രേവതിയെ ഉത്തരവാദിത്തമില്ലായ്മ കാരണം ഇവള് ചിലപ്പം സ്കൂളിൽ നോക്കുന്നില്ല, മറ്റോ നോക്കുന്നില്ല, എപ്പോഴും സിനിമ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ എനിക്ക് സിനിമ അടിപൊളി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചിലപ്പം വഴക്കിട്ട് പോകുമ്പോഴും അപ്പോൾ ആ സിനിമ ആയിട്ട് എനിക്ക് തന്നൊരു ഹഗ്ഗിന്റെ
അതിൻ്റെ ഒരു ഭയങ്കര ഭയങ്കര ബലമായിരുന്നു ഹഗിന്. അത് അത്ര നാളത്തെ സ്ട്രഗിളിന്റെ, അത്ര നാളത്തെ പെയിൻ്റെ, കുത്തുവാക്കുകളുടെ എല്ലാത്തിൻ്റെ ഒരു റിസൾട്ട് ഡയറക്ട് ബൈ തരുൺ മൂർത്തി എന്ന് കണ്ടതിൻ്റെ അവളുടെ ഒരു സന്തോഷം ഭയങ്കര ഹാപ്പി. ലക്കി രേവതി, ഈ ഒരു സമയത്ത് രേവതി തരുണിന്റെ ഒരു ഹസ്ബൻഡിന്റെ വായിൽ നിന്നും ഇങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റാന്ന് പറഞ്ഞത് ശരിക്കും ഒരു വൈഫിന്റെ ശരിക്കും ഭാഗ്യം തന്നെയാണ്. ഇപ്പോ അച്ഛനെ കുറിച്ചും രേവതിയെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ തന്നെ നമ്മൾ ഇതിന്റെ കൂടെ പറഞ്ഞു പോകേണ്ടത്, അത് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഈ ഷോയുടെ ഒരു കംപ്ലീഷൻ ശരിയാവില്ല, ബിനു പപ്പു. കാരണം ബിനു ആയിട്ടുള്ള ബിനുവിനെ അതെ നമ്മൾ ട്രൈ ചെയ്തതാണ്, ഇന്നും ബിനുവിന് ഇന്ന് എത്താൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ബിനു, കാരണം ബിനുവും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് തരുൺ മൂർത്തിയുടെ ഈ ഒരു ജേർണിയുടെ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു ഇതിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ബിനുവിന് എത്താൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ബിനുവിനെ ഒന്ന് വിളിക്കാം. ഞാനിപ്പോ ബിനുവിനെ വിളിച്ചിട്ട് ഞാൻ ബിനുവിന്റെ അടുത്ത് ചോദിക്കാൻ പോവാണ്, തരുണിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ബിനു എന്തായിരിക്കും പറയാ? തരുൺ എന്ത് ഗസ് ചെയ്യണേ? ഇവിടെ ഇരുന്ന് തനു മുമ്പേ ഗസ് ചെയ്ത് ബിനു ആണോ വരാൻ പോണെന്നൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്താണ്, പക്ഷെ ബിനുവിന് എത്താൻ പറ്റിയില്ല. ബിനു പറയും എന്താ, ഇവൻ ഭയങ്കര പാവാന്ന് പറയും. ഒന്നത് പറയും ഭയങ്കര എന്താ ഒച്ചയും ബഹളമൊന്നും ഇല്ലാണ്ട് അവൻ എല്ലാവരെയും ഹാൻഡ്ലിങ് ഹ്യൂമൻസ് ഭയങ്കര രസമായിട്ട് ചെയ്യുന്ന ഒരാളാണ് പറയും. പിന്നെ ബിനുവിനെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ അന്നേരം പറയുമായിരിക്കും. കാരണം ബിനു അത് എപ്പോഴും പറയാറുണ്ട്, ബിനുവിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് എടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അത് ഏറ്റവും ബെസ്റ്റ് ബിനുവിൻ്റെ ഫിലിമോഗ്രഫിയിൽ നോക്കിയാലും ഞാൻ ബാക്കി ഡയറക്ടേഴ്സിനൊന്നും കുറച്ച് പറയുന്നത്, പക്ഷേ എനിക്ക് ബിനു നോർമലി കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എഫേർട്ട് ഇട്ട് എനിക്ക് വേണ്ടി തരുന്ന പോലെ തോന്നാറുണ്ട്. പിന്നെ ഒരു ഭയങ്കര ട്രൂ ഫ്രണ്ട്, എന്താ പറയാ, ഇമോഷണൽ ചേഞ്ചസുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ചിലപ്പം ഞാൻ പറയുന്ന വാക്കുകളോ പുള്ളി പറയുന്ന വാക്കുകളോ ഒക്കെ ഞങ്ങൾക്ക് അങ്ങോട്ടും കൂടി ഹേർട്ട് ആവാറുണ്ടെങ്കിൽ പോലും, പക്ഷെ അതൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പിനുള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞങ്ങൾ ചിലപ്പം ഭയങ്കര ഗുഡ് ഹ്യൂമൻ എന്നുള്ള വാക്കിലും പറയുമായിരിക്കും. അപ്പൊ അതായിരിക്കും ഒരു പക്ഷെ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി ഞാൻ ചോദിച്ചാൽ പറയാൻ പോണത് മിക്കവാറും ഗുഡ് ഹ്യൂമൻ എന്നുള്ളതായിരിക്കും. എപ്പോഴും പറഞ്ഞു ഞാൻ കേട്ടോ എല്ലാവരുടെ നീ ഭയങ്കര പാവം പിടിച്ച മനുഷ്യനാണെന്ന്. ആണോ? ഞാൻ നോക്കട്ടെ, ഞാൻ ബിനുവിനെ ഒന്ന് ട്രൈ ഡയൽ ചെയ്ത് നോക്കാം. കണക്റ്റഡ് ആണോ? ഹലോ ബിനു. ഹലോ, എന്റെ പേര് രമ്യ എന്നാണ്. ഞാന് മൈൽ സ്റ്റോണിന്റെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ഷോയിൽ നിന്ന് വിളിക്കുകയാണ്. എന്റെ കൂടെ നമ്മുടെ തുടരും മൂവിയുടെ ഡയറക്ടർ തരുൺ മൂർത്തി ഉണ്ട്. എന്തിനാണ് തരുൺ തന്നെ ആൻസർ ചെയ്തോ? പ്രൊഡ്യൂസർ ബിനുവിന്റെ കൂടെ ഉണ്ടെന്ന്. ഞാൻ ഇവിടെ ഇരുന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടാ. യെസ്. അപ്പം എവിടെയാണ് നമ്മുടെ ഇളംകുളത്തുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. ലാലേട്ടനെ കണ്ടോ രാവിലെ? ഓ ഓക്കെ. അതെ അതെ, പൈറസി ഒരു ടൂറിസ്റ്റ് ബസിന്റെ അകത്ത് പടം പ്ലേ ചെയ്തുകൊണ്ട് ട്രാവൽ ചെയ്ത് പോയി. അതിനെതിരെ ഞങ്ങൾ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. പ്രൊഡ്യൂസറും എല്ലാരും കൂടി പിന്നാലെ ഇറങ്ങിയിട്ടുണ്ട്. ഡോണ്ട് ഡു ദിസ്, ചെയ്യരുത് ഇങ്ങനെ. ശരിക്കും ശരിക്കും ഓക്കെ. ഇത് രമ്യയുടെ കൊടുക്കാൻ, രമ്യ എന്തൊക്കെയോ ചോദിക്കാന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. നല്ലതൊക്കെ പറയണേ. ബിനു ചേട്ടാ, ഞങ്ങൾ ഇവിടെ കുറെ നേരമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഇതിനകത്ത് കുറച്ച് സർപ്രൈസ് ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് തരുൺ ഇവിടെ ഇരുന്ന് പ്രതീക്ഷിച്ചു ബിനു ആണോ വരുന്നത്, ബിനു ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പം അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ കുറെ നേരമായിട്ട് ഇപ്പൊ ബിനു പപ്പു എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഞാൻ ബിനുചേട്ടന്റെ അടുത്ത് ചോദിച്ചോട്ടെ, തരുൺ മൂർത്തി എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി, ഏറ്റവും ഫസ്റ്റ് വൺ പറയാൻ പോണത് ബിനുചേട്ടന് തോന്നുന്നത് എന്തായിരിക്കും? ശരിക്കും അത്ര നല്ല മനുഷ്യനാണോ? നല്ലൊരു മനുഷ്യൻ. ഓ, ബിനുചേട്ടൻ ഇത് തന്നെയായിരിക്കും പറയണേന്ന് തരുൺ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇതായിരിക്കും പറയാൻ പോണത്. എന്റെ അടുത്ത് പലരുടെ അടുത്ത് എന്നെ കുറിച്ച് ഇതാണ് പറയുന്നത് എന്ന് തരുൺ പറയുകയും ചെയ്തു ഓൾറെഡി. ആരടുത്തും അങ്ങനെ ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറ്റാത്ത ഒരാളാണ്. അതല്ലേ ഞാൻ തരുണിന് എല്ലാവരോടും
അതെ അതെ, തരുണിന് വേണ്ടിയിട്ട് ബിൻഷേനാണ് എല്ലായിടത്തും ശബ്ദം എടുക്കുന്നത്, സംസാരിക്കണത്. ഇപ്പൊ ഈ ഒരു പൈരസിയുടെ ഇഷ്യൂ വന്നപ്പോ പോലും ബിൻഷേനാണ് ഇപ്പൊ അതിന്റെ പിന്നില് അല്ലേ? അതെ, കാരണം തരുണിന്റെ നല്ല ഡയറക്ഷൻ ചെയ്യുന്നത്, നല്ല പദ്ധതികൾ ഉണ്ടായിരുന്നു. അതിൽ കണ്ടിന്യൂ ചെയ്യട്ടെ. അതെ അതെ, നമ്മുടെ ഇന്നിപ്പോ ഞങ്ങൾ ഈ ഒരു ഷോയിൽ ഇതൊരു സാധാരണ ഒരു ഇന്റർവ്യൂ പാറ്റേൺ ആയിരുന്നില്ല, ഒരു ലൈഫ് ജേർണി ത്രൂ ഔട്ട് ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നു. ഒരുപാട് സർപ്രൈസ് എലമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെ ഉണ്ടെങ്കിലും ത്രൂ ഔട്ട് ഇതിനകത്ത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നതും ഇവിടെ ഇല്ലാതെ പോയി ഞങ്ങൾ ശരിക്കും മിസ് ചെയ്യണത് ബിനു പപ്പു എന്ന് പറഞ്ഞ ഒരാളെ തന്നെയാണ്. ബിനുചേട്ടനെ കുറിച്ച് ഒരുപാട് ഞങ്ങൾ സംസാരിച്ചു പോയി. ശരിക്കും താങ്കളുടെ പ്രസൻസ് ഞങ്ങൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം ഇവിടെ. ശരിക്കും നിങ്ങൾ ആ ഒരു പിന്നിൽ നിന്ന് കൊടുത്ത സപ്പോർട്ടും പിന്നെ തുടരുമെന്ന സിനിമയിലൂടെ ബിനുചേട്ടൻ തന്ന മാജിക്കൽ പെർഫോമൻസും ഇതെല്ലാം ബിനുചേട്ടനെ ചീത്ത പറഞ്ഞോ? അത് ചോദിക്കട്ടെ, ആക്ടിങ്ങിനിടയിൽ ഈ ഡയറക്ടർ ചീത്ത പറഞ്ഞോ? ഡയറക്ടർ ചീത്ത പറയില്ല, അയാൾ ചീത്ത പറയില്ലടോ. അതല്ലേ ഞാൻ പറഞ്ഞത്, അയാൾ ചീത്ത പറയില്ല. കാരണം തരുണിന്റെ കൂടെ വർക്ക് ചെയ്യാൻ അതായത് നമ്മള് ഒരു ആക്ടറായിട്ട് നിൽക്കുമ്പോൾ അത് ഭയങ്കര എളുപ്പമാണെന്ന് പറഞ്ഞാൽ തരുണിന് തരുന്ന ഫീഡ് അങ്ങനെയാണ്. വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ഫീഡാണ് തരിക. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ നമ്മൾ കുറെ അവിടുന്ന് പറമ്പെന്ന് പെറുക്കി കൊണ്ടുവരുന്ന കാര്യമൊന്നുമില്ല. വളരെ വൃത്തിയായിട്ട് കാര്യം പറഞ്ഞാലും അത് മനസ്സിലാക്കി അത് കൃത്യമായി അവിടെ ചെയ്തു കൊടുത്താൽ മതി. അതിനുള്ള റിസൾട്ട് നമുക്ക് ഡെഫിനറ്റ്ലി, കാരണം എനിക്ക് എന്റെ കഴിഞ്ഞ 3 സിനിമയിൽ തരുണിന്റെ കൂടെയുള്ള 3 സിനിമയിലും എനിക്ക് ആ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതെ, ഓപ്പറേഷൻ ചെയ്വയാണെങ്കിലും സൗദി വെള്ളയ്ക്കൽ അതൊക്കെ കണ്ടിരുന്നു. ഈ 3 സിനിമയിലാണെങ്കിലും എന്റെ നല്ല റിസൾട്ടും നല്ല ഔട്ട്പുട്ടും കിട്ടാനുള്ള കാരണം അത് തരുൺ തന്നെയാണ്. ഇത് തരുൺ അത്രയും വെൽ എക്സ്പ്ലെയിൻഡ് ആണ്, ആ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻഡ് ആണ്, അയാളുടെ ഇമോഷൻ അപ്പൊ എന്തായിരിക്കും, അയാൾ എന്തിലൂടെ ആയിരിക്കും പോകുന്നത്. ഇപ്പം ഈ തുടരും പറഞ്ഞ സിനിമയിൽ തന്നെ തരുൺ പല പ്രാവശ്യം ഓരോ ഏരിയ എത്തുമ്പോൾ, കാരണം കാർ എടുത്തു കൊടുത്ത് കഴിഞ്ഞിട്ടുള്ള ഏരിയ എത്തുമ്പോൾ മുതൽ തരുൺ ഞങ്ങൾ ഷോട്ട് റെഡി എന്ന് പറഞ്ഞാൽ ഞാൻ ബാക്കിയൊക്കെ ഞങ്ങളും വർക്ക് ചെയ്ത് എല്ലാം റെഡി ഷോട്ട് റെഡി എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ പൊസിഷനിൽ പോയപ്പോൾ നിന്റെ ടെൻഷനാണ്, വേറെ ഒന്നുമില്ലേ എന്നൊക്കെ നമ്മളത് റിമൈൻഡ് ചെയ്യിച്ച് നമ്മൾ അതിൽ തന്നെ നിർത്താൻ തരുണിന് അത് ഭയങ്കര കൃത്യമായിട്ട് പറ്റും. അതാണ് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബ്ലെസ്സിംഗ്, നല്ലൊരു ഡയറക്ടറെ കിട്ടുക. ഓക്കെ, ബിനുചേട്ടന്റെ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരുപാട് നന്നായിരുന്നു. ഓക്കെ ബിനുചേട്ടാ, അപ്പൊ എന്നാ ക്യാരി ഓൺ. വേറെ എന്തോ ഒരു ഇതിന്റെ പിന്നിലാണല്ലോ, അതുകൊണ്ട് അധികം സമയം എടുക്കുന്നില്ല. കോളിൽ കണക്ട് ആയി വന്നതിന് ഒരുപാട് സന്തോഷം ബിനുചേട്ടാ. കാണാം. താങ്ക് യു. ഓക്കെ, അപ്പൊ മനസ്സ് പറയുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാണ്. തമിഴ് നടൻ അർജുൻ ദാസ് ലാലേട്ടന്റെ അഭിനയം കാണാനായിട്ട് സെറ്റിൽ വന്നതിന് പിന്നിൽ ടോർപ്പിഡോയായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിംഗിൽ നിന്നാണ് അർജുനെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പം ഞാൻ ഓഫ് കോഴ്സ് ഞാൻ അർജുനോട് നമ്മൾ ആ പ്രോജക്റ്റ് ഒന്ന് ഡേറ്റ് മുന്നോട്ട് നീങ്ങി ഞാൻ തുടരും ചെയ്യാൻ പോവുകയാണെന്ന് ഓഫ് കോഴ്സ് അർജുനെ അറിയിക്കണമല്ലോ. അങ്ങനെ ഞാൻ അർജുനെ അറിയിച്ചപ്പോൾ അർജുൻ എന്നോട് ആകെ ആവശ്യപ്പെട്ടത് എനിക്കൊരു ഷോട്ട് തരുൺ ലാലേട്ടനെ ഡയറക്റ്റ് ചെയ്യണ കാണണം, ലാലേട്ടനെ ഡെലിവറി ചെയ്യണ ഈ കാണണം. ഞാൻ പറയാം. അങ്ങനെ അവന്റെ ഒരാഗ്രഹത്തിലാണ് അർജുൻ സംഭവിച്ചത്. ഒരുപാട് സന്തോഷം. പറഞ്ഞ വാക്ക് തുടരും ഹിറ്റായിട്ട് അദ്ദേഹം ഇവിടെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും തിരക്കുകൾക്കൊടി ഇടയിൽ ഇവിടെ എത്താൻ പറ്റി. ഒരുപാട് സന്തോഷം. ഇനി നമ്മുടെ ഷോയുടെ ഒരു പ്രത്യേക തീർന്നു. ഒരേ ഒരു കാര്യം കൂടെ, ഇത് ഞങ്ങളുടെ ഈ ഒരു ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ ഒരു താളിയോല ഗ്രന്ഥമാണ്. സീസൺ 1 സീസൺ 2 വന്നു പോയ എല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഇതിൽ പതിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ തരുണിന്റെ വക ഇത് അടുത്ത ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വരാൻ പോണ ഗസ്റ്റിന്റെ പേര് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതാരാന്ന് തരുൺ പറയണ്ട, അത് നമ്മുടെ പ്രേക്ഷകർക്കുള്ള ഒരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. അവരോട് തരുണിന് ചോദിക്കാനുള്ള ഒരു ചോദ്യം നമുക്ക് ഇതിലൊന്ന് എഴുതാം. അതാരാന്ന് പേര് വായിച്ചിട്ട് അവരോട് എന്താണോ തരുണ് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ. അങ്ങനെ ആ ഒരു ഗസ്റ്റിനുള്ള ചോദ്യം കൂടെ ഉണ്ട്. അദ്ദേഹം വരുമ്പോൾ ഈ ചോദ്യം എടുത്ത് വായിക്കുന്നതായിരിക്കും. സീസൺ 3യുടെ ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ടാണ് ഞങ്ങള് തരുൺ ഇങ്ങനെ തരും എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് സീസൺ 2 നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പേ ചെയ്തു വെച്ചതാ. സീസൺ 3യുടെ പുതിയ എപ്പിസോഡ് ആയതുകൊണ്ടാണ് തരുണിലേക്ക് ഈ ഒരു ചോദ്യം എത്താത്തത് കേട്ടോ. അപ്പോൾ ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിമിഷങ്ങൾ തന്ന ഡയറക്ടർക്കും ഈ ഒരു വ്യക്തിക്കും ഒരുപാട് നന്ദി. യു ജസ്റ്റ് കീപ് ഗോയിങ്, കീപ് റോക്കിംഗ് കേട്ടോ. ഇനിയും ഒരുപാട്
ഒരുപാട് മേഖലകളിലേക്ക് എത്തട്ടെ. താങ്ക് യു സോ മച്ച്.